നമ്മുടെ പാഠത്തിന്റെ പേര് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഇതാണ് പാഠത്തിന്റെ പേര്. ശ്രദ്ധിക്കൂ. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങള്, അല്ലേ, നിരീക്ഷണങ്ങള്, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ. ഇതാണ് കെമിസ്ട്രി, അല്ലേ? ഒരു സംശയമില്ലല്ലോ. ഈ കെമിസ്ട്രി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ, രസതന്ത്രം അഥവാ കെമിസ്ട്രി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കാഴ്ച എന്താ നിങ്ങളുടെ മനസ്സിൽ? ലാബ്. അതാണ് ലാബ്. കറക്റ്റ്. ഞാൻ വിചാരിച്ച ഉത്തരം തന്നെ കിട്ടി. ലാബ് അല്ലേ? കുറെ ടെസ്റ്റ് ട്യൂബുകള്, അതിൽ കുറെ കെമിക്കൽസ്, അത് അതിലേക്ക് ഒഴിക്കുന്നു, മറ്റേലേക്ക് ഒഴിക്കുന്നു, അതിലേക്ക് ഒഴിക്കുന്നു, അല്ലേ? ചൂടാക്കുന്നു, തണുപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഏത്? കെമിസ്ട്രി. എല്ലാവരുടെ മനസ്സിലും അങ്ങനെ തന്നെയല്ലേ ധാരണ? ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സാവാനുള്ള ഒരു വിഷയം മാത്രമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ നമുക്കതിങ്ങനെ തോന്നണം, അനുഭവത്തിൽ വരണം. അപ്പൊ ഞാനിതൊക്കെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലും ഒരു പരീക്ഷണശാലയുണ്ട്, ഒരു ലാബുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഉണ്ട്, എൻ്റെ വീട്ടിലും ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം. എന്ത് പെട്ടെന്നാ എത്തിയത്! ഞാൻ പറഞ്ഞപ്പോഴേക്കും അവിടേക്ക് എത്തി, അല്ലേ? ഒരുപാട് പരീക്ഷണങ്ങൾ ദിവസവും നടക്കുന്ന ഒരു സ്ഥലം. ആ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്, നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റന്റ് മേടിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നു. അത് പല പല ടിന്നിലായിട്ട് നമ്മളിങ്ങനെ വെക്കും, പല പല പാത്രങ്ങളിലായിട്ട്, അല്ലെ? നമ്മുടെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ റിയാക്റ്റന്റുകൾ കാണാം. റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അല്ലെ? പദാർത്ഥങ്ങൾ. അപ്പോ ആ പദാർത്ഥങ്ങൾ പല പല പാത്രങ്ങളിലായിട്ട് വെക്കുന്നു. ആ പാത്രങ്ങളിൽ വെച്ചിരിക്കുന്ന റിയാക്റ്റന്റുകൾ അടുക്കളയിൽ, നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കാണുന്ന, പരീക്ഷണം നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ട്യൂബുകളാണോ നിങ്ങളുടെ അടുക്കളയിൽ? ടെസ്റ്റ് ട്യൂബിലിട്ടിട്ടാണോ പരീക്ഷണം നടത്തുക? അല്ല, പിന്നെന്തിലാ? ചട്ടി, കലം, അല്ലേ? പിന്നെ അങ്ങനെ ചീനൻ ചട്ടി, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഇട്ടിട്ട് പല പല പരീക്ഷണങ്ങൾ നടത്തും. ഈ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റന്റ് നമ്മൾ അതിൽ പല അളവിലൊക്കെ നമ്മളിങ്ങനെ ചേർക്കുന്നു. അതായത് ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് നമ്മൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അവസാനം അത് പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നങ്ങളാക്കുന്നു. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തരുന്നു. പാവം നമ്മൾ എന്ത് ചെയ്യും? ആ പരീക്ഷണത്തിന് വിധേയമാകുന്നു, അല്ലേ? നിങ്ങൾ അങ്ങനെ പരീക്ഷിക്കാറുണ്ടോ വീട്ടില്? എന്നിട്ട് നിങ്ങൾ വല്ലതും പറയാറുണ്ടാ? അഭിപ്രായം പറയാറുണ്ടാ? വല്ലാണ്ട് അഭിപ്രായം ഒന്നും പറയണ്ട, ചിലപ്പോ അത് കിട്ടില്ല. പിന്നെ നമ്മൾ തന്നെ കയറിയിട്ട് പരീക്ഷണം നടത്തേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമാണോ പരീക്ഷണം നടത്താൻ അടുക്കളയിൽ കയറിയിട്ട്? കുറച്ചൊക്കെ. അതാരാ പറഞ്ഞ്? കുറച്ചൊക്കെ അപ്പോ ഈ പരീക്ഷണങ്ങൾ നമ്മളിങ്ങനെ നടത്തുമ്പോ ചിലപ്പോ ഈ ടിവിയിലും യൂട്യൂബിലൊക്കെ കാണാം, പരീക്ഷണം നടത്താൻ വേണ്ടി നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരുന്ന ചില ആൾക്കാർ. ഇതുപോലൊരു ഗ്യാസ് സ്റ്റവും കുറെ പാത്രങ്ങളും കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിന്നിട്ട് അവരിങ്ങനെ പറയും, ദാ ഇന്ന സാധനങ്ങൾ എടുക്കൂ, എന്നിട്ട് അത് ഇന്ന പോലെ ചേർക്കൂ. എന്നിട്ട് അവര് ചില അളവ് പാത്രങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് പറയും, ദാ, അല്ലേ, മുളക് പൊടി ഇത്ര സ്പൂൺ, മല്ലിപ്പൊടി ഇത്ര സ്പൂൺ, അല്ലേ, മഞ്ഞപ്പൊടി, അല്ലേ, ഒരു ചെറിയ ടീസ്പൂൺ, പിന്നെ പരിപ്പ്, അങ്ങനെ 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 എന്തൊക്കെ സാധനങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുക, ആ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അവരിങ്ങനെ എടുക്കാൻ പറയും. അവരെടുക്കാൻ പറയുമ്പോൾ അവര് പ്രത്യേകം അതിനൊക്കെ ഓരോ അളവുകൾ പറയാറില്ലേ?
യൂട്യൂബിലും ടിവിയിലും കാണുന്ന ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാ? ഇതൊക്കെ കാണുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ശ്രദ്ധിക്കുമ്പോ അവരൊക്കെ കൃത്യമായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി അങ്ങനെ പറയാണോ പതിവ്? അല്ല, കറക്റ്റ് അളവ് പറയും. അപ്പൊ ആ അളവ് പറയുമ്പോ എന്തിനാ ഈ അളവ് പറയണത് ഇങ്ങനെ? നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ ഉണ്ടാക്കണമെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന അളവിൽ തന്നെ സാധനങ്ങൾ എന്ത് ചെയ്യണം? എടുക്കണം. ശരിയല്ലേ? നമ്മളല്ലാതെ ഉദ്ദേശിച്ചു, പക്ഷെ എടുത്ത സാധനങ്ങള് തോന്നിയ പോലെ എടുത്തുന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച സാധനം അവിടെ നമുക്ക് കിട്ടുക. സാമ്പാറാവും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, പക്ഷെ കിട്ടണത് ചിലപ്പോ എന്താവില്ല, സാമ്പാറാവില്ല. അപ്പൊ സാമ്പാറാവണമെങ്കിൽ അതുണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സാധനങ്ങള് കൃത്യമായിട്ടുള്ള അളവുകളിൽ വേണം നമ്മൾ എടുക്കാൻ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ നമ്മുടെ അടുക്കള എന്ന് പറയുന്ന ലാബില് ഇത് നമുക്കറിയാം, ഇതിങ്ങനെയാണ് ചെയ്യാറ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കെമിസ്ട്രി ലാബിലും അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് അതെടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള അളവുകളുണ്ട്. ആ കൃത്യമായിട്ടുള്ള അളവില് അതാത് സാധനങ്ങൾ എടുത്തു കൂട്ടിച്ചേർത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നം നമുക്ക് ലഭിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ പറഞ്ഞു? നമ്മൾ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നം നമുക്ക് കിട്ടണമെങ്കിൽ ആ ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന വസ്തുക്കള് കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചേർക്കണം. അത് ചേർത്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കില്ല നമുക്ക് ലഭിക്കുക. കേൾക്കണ്ട? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇത് നമ്മൾ എങ്ങനെ എടുക്കണം എന്നാ പറഞ്ഞ ഞാൻ? അളന്നെടുക്കണം അല്ലെ? എങ്ങനെ എടുക്കണം? അളന്നെടുക്കണം. എന്ത് അളന്നെടുക്കണം? ഇൻഗ്രീഡിയൻസ്. അടുക്കളയിൽ നിന്ന് പോകുന്നില്ല ചേട്ടാ, ഇത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയല്ലേ, ഇവിടുത്തെ സാധനങ്ങൾ എന്തുട്ടാ? അടുക്കളയിലത്തെ കാര്യമല്ലേ പറയണത്? റിയാക്റ്റൻസ്. അടുക്കളയിലത്തെ കാര്യം ഇടിഞ്ഞി. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടിയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല നമ്മൾ പറയണത് കെമിസ്ട്രി ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. എന്നിട്ട് അതിന് പറയാ അഭികാരങ്ങൾ അഥവാ റിയാക്റ്റൻസ്. അതെന്താണ് റിയാക്റ്റൻസ്? സാധാരണ നമ്മൾ കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന റിയാക്റ്റന്റ് എന്തൊക്കെയാ? എന്താണ്? കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന റിയാക്റ്റന്റ് എന്താണ്? കാണിച്ചേട്ടെ, ഞാൻ കാണിച്ചേട്ടെ. ഇതാണ് ആ സാധനം. കണ്ടില്ലേ? പീരിയോഡിക് ടേബിൾ മുറിച്ച് കഷ്ണാക്കിയിട്ട് ഉപയോഗിക്കാന്നല്ല. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നിട്ട് അതില് നമ്മൾ കാണുന്നത് എലമെന്റ്സ്, അതിന്റെ എലമെന്റ്സ് അല്ലേ? കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ എലമെന്റ്സുമായി ബന്ധപ്പെട്ട എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. ആ എലമെന്റ്സ് നമ്മൾ എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം തുടങ്ങുന്നത് ഹൈഡ്രജൻ, പിന്നെ ഹീലിയം, പിന്നെ ലിഥിയം അല്ലെ, ബെറിലിയം, ബോറോൺ, കാർബൺ, അങ്ങനെ 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 അതിങ്ങനെ പോവുക. ഈ പറയുന്ന എലമെന്റ്സ് ആണ് നമ്മുടെ കെമിസ്ട്രി ലാബിൽ ഓരോരോ പരീക്ഷണങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ആ പരീക്ഷണങ്ങൾക്കായിട്ട് ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അതിന് അളവിൽ തന്നെ നമ്മൾ അത് ഉപയോഗിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ H2O എന്താ ഈ സാധനം? വെള്ളം എന്ന് വെച്ചാൽ ഹൈഡ്രജൻ 2 ഓക്സിജൻ 1. അങ്ങനെയല്ലേ ഇത്? അല്ലേ? ഈ ഒരു അനുപാതം, അതായത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഒരു അനുപാതം ഉണ്ട് ഇവിടെ. ഈ അനുപാതത്തിൽ ആണ് വെള്ളത്തില് ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്നത്. ഈ അനുപാതത്തിന് മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും?
അപ്പോ നമ്മൾ പറഞ്ഞത് H2O എന്ന് പറയുന്നതിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലൊരു അനുപാതമുണ്ട്. ഇവിടെ 2 ഹൈഡ്രജന് 1 ഓക്സിജൻ എന്നാണ് കണക്ക്. ഈ അനുപാതമല്ല എങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്നത് എന്തായിരിക്കില്ല? ഈ കോമ്പൗണ്ട് ആയിരിക്കില്ല. നമുക്ക് എന്താ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുക. വേറെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്സിജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു സാധനം മാറിപ്പോവും. അപ്പോ ഇവിടെ നമ്മൾ എന്തുൽപ്പന്നമാണോ, ഇപ്പൊ നമ്മളെ ഫാക്ടറിയിലൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കരുതി കൂട്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് NH3 എന്ന് പറയുന്ന ഒരു സാധനം. എന്താ സാധനം? അമോണിയ. അപ്പൊ NH3 എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ടുള്ളതാണ്. അതിന്റെ ഒരു അനുപാതം നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരു നൈട്രജന് 3 ഹൈഡ്രജൻ എന്ന കണക്കിലാണ് നമ്മൾ അവിടെ ചേർക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് നമ്മളിങ്ങനെ ചേർത്താൽ, ഇതേ അളവിൽ ചേർത്താൽ തന്നെ, അതായത് NH3 ആവണമെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും അതേ അളവിൽ തന്നെ എടുത്താലേ അത് നമുക്ക് ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത് വേറെ വസ്തുവായിട്ട് മാറും. ഇതേപോലെ ഓരോ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നമ്മൾ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ്സ്, പല മരുന്നുകൾ അല്ലേ, ആ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പരീക്ഷണശാലയിൽ അതൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിനൊക്കെ ഓരോ കണക്കുണ്ട്, ഓരോ അളവുകളുണ്ട്. ആ അളവുകളിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അളവുകളെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാണ്? ഇതിനെ കുറിച്ചാ അളവുകൾ. അതായത് കെമിസ്ട്രി ലാബിലേക്ക് നമ്മൾ അതിന്റെ എലമെന്റുകൾ, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റുകൾ അഥവാ മൂലകങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അത് അളന്നെടുക്കണം. എങ്ങനെ നമ്മൾ അളക്കും, ആ അളവ് എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് അത് മാത്രമാണ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ ആ ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന അഭികാരകങ്ങൾ, അതിന്റെ അളവ് നമ്മൾ എങ്ങനെ എടുക്കും. ഇപ്പൊ നേരത്തെ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ കാര്യം പറഞ്ഞു. ഒരു സ്പൂൺ അല്ലേ, മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, മഞ്ഞപ്പൊടി ചെറിയ സ്പൂൺ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും. അതുപോലെ ഹൈഡ്രജൻ 2 സ്പൂൺ, ഓക്സിജൻ 4 സ്പൂൺ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ സ്പൂൺ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇതിനെ? അതെന്താ? അങ്ങനെ എടുക്കാൻ പറ്റാത്തതിനുള്ളൊരു കാരണം അതാണ്. ഇപ്പൊ നമ്മൾ ഇതില് മെറ്റീരിയൽസ്, ഇപ്പൊ മൂലകങ്ങളിൽ തന്നെ നമുക്കറിയാം ലോഹങ്ങളുണ്ട്, മെറ്റൽസ് ഉണ്ട് അല്ലേ. ഇപ്പൊ ഇതില് കോപ്പർ, സിങ്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമുക്കറിയാം. കുറച്ചിങ്ങനെ എന്താണ് ഇരുമ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമുക്കറിയാം. അത് മെറ്റൽസ് ആണ്. ഈ മെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ, എത്ര തൂക്കം നമുക്ക് എടുത്തിട്ട് കൂട്ടിച്ചേർക്കാം. പക്ഷെ ഹൈഡ്രജനും ഓക്സിജനും അതേപോലെ ഈ പറയുന്ന ബോറോൺ, കാർബൺ, നൈട്രജൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, ഫ്ലൂറിൻ, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാതകങ്ങളാണ്, ഗ്യാസസ് ആണ്. ഇപ്പൊ നമ്മൾ നൈട്രജൻ NH3 എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നുണ്ടല്ലോ. NH3 എന്ന് പറയുന്നതില് ഇതും വാതകമാണ്, ഇതും വാതകമാണ്. അപ്പൊ ഈ വാതകങ്ങൾ എങ്ങനെ നമ്മൾ അളക്കും, അതാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യും. വാതകങ്ങൾ എങ്ങനെ അളക്കും? വാതകങ്ങൾ എങ്ങനെ അളക്കും? വാതകങ്ങൾ അതിന്റെ ഏറ്റവും ചെറിയ രൂപമായിട്ടുള്ള, അതായത് ഏത് വസ്തുവിനെയും അതിന്റെ ഏറ്റവും ചെറിയ കണിക രൂപം എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്ന രൂപമാണ് അല്ലേ? ശരിയല്ലേ? ആറ്റം. ആ ആറ്റങ്ങളായിട്ട് നമ്മൾ എടുക്കുക. എങ്ങനെ എടുക്കും? ഇപ്പൊ ഞാനിതിൽ പറഞ്ഞു നൈട്രജൻ 1 എണ്ണം എടുത്താൽ ഹൈഡ്രജൻ 3 എണ്ണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ?
ഒരു നൈട്രജൻ ആറ്റത്തിന് 3 ഹൈഡ്രജൻ ആറ്റം, അങ്ങനെയല്ലേ? ഒരു നൈട്രജൻ ആറ്റത്തിന് 3 ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ഈ നൈട്രജൻ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും, ഒരു നൈട്രജൻ ആറ്റം നിങ്ങളെ കൊണ്ട് പറ്റുമോ ഒരു നൈട്രജൻ ആറ്റം എടുക്കാൻ? നിങ്ങളെ കൊണ്ട് ഇതല്ല, ആർക്കും സാധിക്കില്ല. ഒരു നൈട്രജന്റെ ഒരാറ്റത്തിനെ മാത്രം എടുക്കുക. അതായത് വാതകം എന്ന് പറയുന്ന സാധനം, വാതകമല്ല, എന്ത് സാധനമായാൽ അതിനെ നമുക്ക് ഒരു ആറ്റം എടുക്കുക എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ല, നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതേസമയം നമുക്കറിയാം ഒരു നൈട്രജൻ ആറ്റത്തിന് 3 ഹൈഡ്രജൻ ആറ്റം എന്നതാണ് NH3 എന്ന് പറയുന്നത്. അത് അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് അത് NH3 ആവുന്നത്. അപ്പൊ ഒരു നൈട്രജൻ ആറ്റം, അതായത് ഇതിപ്പോ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ N+3H അല്ലേ, NH3 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്. അത് തന്മാത്രയായിട്ട് എടുക്കുകയാണെങ്കിൽ N2 എത്ര വരും? 3H2, അപ്പോ 2NH3 വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോ ഇവിടെ പറയുന്നത് ഒരാറ്റം അഥവാ ഒരു തന്മാത്ര കൃത്യമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അതെങ്ങനെ എടുക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഈ പാഠത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കും. വാതകത്തിന്റെ പ്രത്യേകത എന്താ? ആദ്യം വാതകത്തിന്റെ പ്രത്യേകത, അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് വാതകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടൊന്ന് പറയാം. എന്താ വാതകത്തിന്റെ പ്രത്യേകത? വാതകം നമ്മൾ 3 തരത്തിലുള്ള, അതായത് പ്രധാനമായിട്ടും നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കളെ 3 രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇതാ, പിന്നൊന്ന് ഇങ്ങനെ, പിന്നൊന്ന് 1, 2, 3. ഇതിലേതാണ് ലിക്വിഡ്? 2. ഏതാണ് സോളിഡ്? ഏതാണ് ഗ്യാസ്? എങ്ങനെ മനസ്സിലായി? സോളിഡ് ഏറ്റവും അടുത്ത് അല്ലെ, അതിന്റെ മോളിക്യൂൾസ് അഥവാ അതിന്റെ ആറ്റംസ് ഏറ്റവും അടുത്താണ്, ടൈറ്റ്ലി പാക്ഡ് ആണെങ്കിൽ അത് സോളിഡ് ആണ്. കമ്പാരിറ്റീവ്ലി ലൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് ആണ്. എന്നാൽ വെരി ലൂസ്ഡ് ആണെങ്കിൽ, വളരെ അകന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ എന്താ? അതായത് നമ്മളൊരു പാത്രത്തില്, ഇപ്പൊ നമ്മളൊരു പാത്രം എടുത്തു, ആ പാത്രത്തില് സോളിഡ് ആണ് ഇടുന്നതെങ്കിൽ, സോളിഡ് ഇങ്ങനെ ഒരു സോളിഡ് ഇടുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും. എന്നാൽ അതേ പാത്രത്തിൽ നമ്മൾ അതേ തൂക്കത്തിൽ ലിക്വിഡ് ആണെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെ കിടക്കും, ശരിയല്ലേ? എന്നാൽ അതേ പാത്രത്തിൽ ഗ്യാസ് അതേ തൂക്കത്തിൽ ഇടുകയാണെങ്കിൽ, പാത്രം അടച്ചു വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്യാസ് പുറത്തേക്ക് പോകും. ഇപ്പൊ സോളിഡും ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അതായത് ആ വ്യത്യാസങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം പഠിച്ചുള്ളത് സോളിഡിന് എന്താ കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ട്, കൃത്യമായിട്ടുള്ള വോളിയം ഉണ്ട്. ഇനിയോ ലിക്വിഡിനാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഷേപ്പ് ഇല്ല, പക്ഷെ വോളിയം ഉണ്ട്. എന്നാൽ സോളിഡിനോ ഗ്യാസിനോ ഇത് രണ്ടുമില്ല. കൃത്യമായിട്ടുള്ള ഷേപ്പും ഇല്ല, കൃത്യമായിട്ടുള്ള വോളിയം ഇല്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഗ്യാസിന്റെ പ്രത്യേകത, ഗ്യാസിന്റെ മോളിക്യൂൾസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഗ്യാസിന്റെ മോളിക്യൂൾസ് എന്താ പ്രത്യേകത? ഇതിങ്ങനെ അകന്ന് നടക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു റൂമിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ നിങ്ങളുടെ വീട് മുഴുവനും അതിന്റെ മണം കിട്ടും. എന്താ കാരണം? അതിന്റെ ആ മോളിക്യൂൾസ് അല്ലെങ്കിൽ അതിന്റെ ആറ്റംസ് അത് വാതകങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും, മറ്റു വായുവിനിടയിലൂടെ. നമ്മൾ അതിനൊരു പേരും പഠിച്ചിട്ടുണ്ട്. എന്താ പേര്?
പറഞ്ഞോ, ഡിഫ്യൂഷൻ കേട്ടില്ലേ? മറ്റുള്ള വസ്തുക്കളുടെ തന്മാത്രകൾക്കിടയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ്, അത് വാതകത്തിന് കൂടുതലാണ് അല്ലേ? അപ്പൊ തന്മാത്രകൾ വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുക. പരമാവധി ഇത് അകന്നു പോകാനാണ് അതിന് താല്പര്യം അല്ലെ? താല്പര്യം എന്താണ്? അകന്നു പോകാനാണ് താല്പര്യം. അതായത് ഇവ തമ്മിൽ എന്തില്ല? ആകർഷണ ബലം, അട്രാക്ഷൻ കുറവാണ്. ശരിയല്ലേ? അവ തമ്മിൽ അട്രാക്ഷൻ കുറവാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഓരോ മോളിക്യൂൾസും അഥവാ ഓരോ കണികകളും, പാർട്ടിക്കിൾസും, മോളിക്യൂൾ എന്നുള്ള വാക്കുകൂടെ ഞാൻ, പാർട്ടിക്കിൾസും കണികകളും മറ്റു കണികകളിൽ നിന്ന് വേർപെട്ട്, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്ക് പോകാനാണ് അതിനിഷ്ടം. അങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ അതിന് പറയും അതിന് എനർജി കൂടുതലാണെന്ന് പറയും. ഈ എനർജിയുടെ കാര്യം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ പാഠം പഠിക്കുമ്പോൾ അല്ലേ? ഇലക്ട്രോണുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പുറത്തുള്ള ഷെല്ലിലേക്ക് പോകും തോറും ഇലക്ട്രോണിന് എനർജി കൂടും. ഏറ്റവും പുറത്തേക്ക് പോകും തോറും, കാരണം ഏറ്റവും പുറത്തേക്ക് പോകും തോറും എനർജി കൂടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് വിട്ടുപോകാനുള്ള പ്രവണത കൂടുതലാണ്. അതാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലത്തെ ഇലക്ട്രോൺ ആ ആറ്റത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ പറയുന്നത് അതാണ് എനർജി കൂടുതലാണെന്ന് പറയും. അതേപോലെ ഇതിന്റെ പാർട്ടിക്കിൾസിനും എന്ത് കൂടുതലാണെന്ന് പറയാം നമുക്ക്? എനർജി കൂടുതലാണ്. അപ്പൊ ഈ പ്രത്യേകതകൾ കാരണം കൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന വാതകത്തിന് കൃത്യമായിട്ടുള്ള ഷേപ്പ് ഇല്ലാത്തത്, കൃത്യമായിട്ടുള്ള വോളിയം ഇല്ലാത്തത് അല്ലെ? എന്തൊക്കെയാ അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു? കൃത്യമായിട്ടുള്ള എന്താണ്? ഷേപ്പ് ഇല്ല, കൃത്യമായിട്ടുള്ള വോളിയം ഇല്ല. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വോളിയം എന്താണോ അതാണ് ഗ്യാസിന്റെ വോളിയം. ശരിയല്ലേ? നമ്മുടെ വീട്ടില് ഗ്യാസും കുറ്റി വരുമ്പോ ഫുള്ള് നമുക്ക് എടുത്താ പൊന്തില്ല അല്ലെ? എടുത്താ പൊന്തില്ല. 15 കിലോ ഫുൾ കുറ്റിയാന്ന് നിറച്ചിട്ടാണ് വരിക. 15 കിലോ ഉണ്ടാവും. അപ്പൊ എടുത്താ പൊന്തില്ല. എന്നിട്ട് നമ്മൾ ഗ്യാസുമില് അത് എന്താണ് നമ്മുടെ സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് കത്തും, നല്ല രീതിയിൽ കത്തും. അങ്ങനെ അത് ശ്രദ്ധിക്കുക, കുറ്റി കഴിയാറാവുന്നത് വരെ, ഏകദേശം കഴിയാറാവുന്നത് വരെ അത് ഉഷാറായിട്ട് തന്നെ കത്തും. തീരെ കഴിയാറാവുമ്പോഴൊന്നും മങ്ങുള്ളൂ അല്ലെ? ശരിയല്ലേ? അപ്പോ ആ കുറ്റി, അതിന്റെ അർത്ഥം എന്താ? ആ കുറ്റിയില് ഗ്യാസ് കഴിയുന്നുണ്ടെങ്കിലും, ഇളവ് കുറയുന്നുണ്ടെങ്കിലും പുറത്തേക്ക് വരാനുള്ള അതിന്റെ പ്രവണത, ആ പ്രവണതയ്ക്ക് എന്ത് വരുന്നില്ല? വലിയ മാറ്റം വരുന്നില്ല അല്ലെ? ഗ്യാസും കുറ്റി, നമ്മൾ ഗ്യാസിന്റെ പൈപ്പൊക്കെ ശ്രദ്ധിക്കണം അല്ലെ? എന്താണ്, അടുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? കുറ്റിയിലിരിക്കുന്ന ഗ്യാസ് തുറന്നു വിട്ടാൽ അത് അടുക്കള മുഴുവനും നിറയും. ഇനി അടുക്കളയുടെ വാതിൽ തുറന്നിട്ടാലോ അടുത്ത റൂമിലേക്കും വരും. അതാണ് ഗ്യാസിന്റെ പ്രത്യേകത. അപ്പൊ ചെറിയൊരു തീപ്പൊരി വീണാൽ അവിടെ ആകെ കത്തിപ്പും. നേരെ മറിച്ച് കുറ്റിയിലുള്ളത് മണ്ണെണ്ണയാണെന്ന് വിചാരിച്ചോളൂ, തുറന്നു വെച്ച വല്ല പ്രശ്നമുണ്ടാ? ഇല്ല. ഇപ്പൊ തട്ടിപ്പോയാൽ അവിടെ ആകെ പരക്കും, നിലത്ത് പരക്കും അല്ലേ? അപ്പൊ അതാണ് ഗ്യാസ് എന്ന് പറയുന്നതിന്റെ, അഥവാ വാതകം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യാപ്തം എന്ന് പറയുന്നത് നിശ്ചിതമല്ല. അത് നമ്മൾ പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നു. ഗ്യാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യാപ്തം എന്ന് പറയുന്നത് എന്തല്ല? നിശ്ചിതമല്ല. വ്യാപ്തം എന്ന് പറയുന്നത് പാത്രം മാറുന്നതിനനുസരിച്ച് കൂടും കുറയും. ഓക്കെ, പാത്രം മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഗ്യാസിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്ന പറയണത്? കൂടാം. എന്താ കേട്ടില്ല? വോളിയം സോറി വോളിയം പാത്രം മാറുന്നതിനനുസരിച്ചിട്ട് വോളിയം എന്ത് ചെയ്യാം? കൂടാം കുറയാം. വോളിയം മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ്? വ്യാപ്തം കൂടാം കുറയാം.
വാതകത്തിന്റെ വ്യാപ്തം പാത്രം മാറുന്നതിനനുസരിച്ച് മാറുന്നു എന്നാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് അല്ലെ. പാത്രം മാറുന്നതിനനുസരിച്ച് മാറുന്നു, അങ്ങനെയല്ലേ പറഞ്ഞു മാഷ്? അതായത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് കുറ്റിയാണ് നമ്മൾ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത്. വീട്ടിലെ ഗ്യാസ് കുറ്റി നോക്കുക, ഗ്യാസ് കൊണ്ടുവരുന്ന സമയത്ത് അതില് ഇങ്ങനെയാണ് ഗ്യാസ് നിൽക്കുന്നത് എങ്കിൽ കുറെ കഴിഞ്ഞ് ഉപയോഗിക്കും തോറും ഇതിന്റെ മോളിക്യൂൾസ് ഇങ്ങനെ എണ്ണം കുറഞ്ഞു വരും. പക്ഷെ അത് കുറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണോ ഉണ്ടാവുക? ആണോ? ഇതിന്നിങ്ങനെ കുറയും തോറും ഇതിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരികയാണോ ചെയ്യുക? അല്ല, പകരം ഈ മോളിക്യൂൾസ് അഥവാ ഇതിന്റെ പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസിനിടയിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ എന്ത് ചെയ്യും? കൂടി വരും. ശരിയല്ലേ? കുറയുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾസിനിടയിലുള്ള ഗ്യാപ്പ് കൂടി വരും. അപ്പൊ പാർട്ടിക്കിൾസ് ഇങ്ങനെ എണ്ണം കുറയും. പക്ഷെ ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ചെന്ന് ഈ പാർട്ടിക്കിൾസ് ഒരേപോലെ ആ പാത്രത്തിന്റെ പ്രതലത്തിൽ ഇങ്ങനെ ബലം കൊടുക്കും. എന്ത് കൊടുക്കും? പാത്രത്തിന്റെ പ്രതലത്തിൽ ബലം കൊടുക്കും. എന്ത് കൊടുക്കും? പ്രഷർ. ആ ബലത്തിന് നമ്മളൊരു പേര് പറയും. എന്താ? പ്രഷർ അല്ലേ? സിലിണ്ടർ കുറ്റിയുടെ ആകൃതി കണ്ടിട്ടുണ്ടോ? ഒരു പ്രത്യേകതര ആകൃതി അല്ലേ? നിങ്ങളുടെ വീട്ടിലെ പ്രഷർ കുക്കറിന്റെ ആകൃതി കണ്ടിട്ടുണ്ടോ? ഒരു പ്രത്യേകതര ആകൃതി അല്ലേ? സാധാരണ പാത്രം പോലെയാണോ? അതിന്റെ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒരു കോഴിമുട്ടയുടെ ആകൃതിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒഴുക്കൻ അല്ലെ? മൂലകൾ ഉണ്ടാവില്ല പാത്രത്തിന്. പ്രഷർ കുക്കറിനൊന്നും മൂലകൾ ഉണ്ടാവില്ല. കണ്ടിട്ടില്ലേ? സാധാരണ നമ്മളിപ്പോ ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ ആ പാത്രം ഇങ്ങനെയാണ് ഉണ്ടാവുക. കറക്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വക്കുണ്ടാവും. കണ്ട, ഈ ഭാഗത്ത് ഇങ്ങനെ വക്കുണ്ടാവും. പക്ഷെ പ്രഷർ കുക്കറിന് അങ്ങനെയല്ല. ആ ഭാഗത്ത് വക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. കണ്ട, ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ ഒഴുക്കൻ. കണ്ട, എന്നിട്ട് ഈ മൂടിയുടെ ഈ ഭാഗം ഇങ്ങനെ ഒരു വളവും, അതായത് എല്ലാ ഭാഗത്തും ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും. എന്തിനാ ഈ വളവ് കൊടുത്തിറങ്ങുന്നത്? ആ വളവ് കൊടുത്തില്ലെങ്കിൽ അതിന്റെ അകത്ത് ഇത് ചൂടാവുമ്പോ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? അത് പ്രഷർ കൂടിയിട്ട്, പ്രഷർ കൂടുമ്പോൾ വെന്റ് വെയിറ്റുകൾ പൊന്തിയിട്ട് അല്ലെ വായു പുറത്തേക്കാണല്ലോ പോണത്. അതിന് പകരം ഈ വക്കുകളാണ് എന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുമ്പോൾ ചിലപ്പോൾ ഈ വക്കാണ്ട് പൊട്ടും. നമുക്ക് എന്നും പാത്രം മേടിക്കാൻ പോകാനേ നേരം ഉണ്ടാവുള്ളൂ. ഒരു സാമ്പാർ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അടുത്ത കുക്കർ പിന്നെ മേടിക്കാൻ പോകണം. അങ്ങനത്തെ അവസ്ഥയും. മനസ്സിലായില്ലേ പറഞ്ഞേ? അപ്പൊ അതാണ് ഈ സിലിണ്ടറിന്റെ ആകൃതിയും ഇതിന്റെ ആകൃതിയും ഏകദേശം ഒരുപോലെയാണ്. കാരണം ആ തന്മാത്രകൾ അതിന്റെ ഭിത്തിയിൽ ചെന്നിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ അവിടെ ഒരു കോണുണ്ടെങ്കിൽ, ഒരു മൂല ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഴി പോലെ സംഗതി ഉണ്ടെങ്കിൽ എല്ലാതും കൂടി അവിടെ ചെന്ന് തിങ്ങുമ്പോ ആ ഭാഗം തുളച്ചാണ്ട് പോവും, പൊട്ടും. ഇത് അതേസമയം ഇങ്ങനെ ഒഴുക്കനാകുമ്പോ അവിടെ ചെന്ന് തട്ടിയിട്ട് അപ്പുറത്തേക്ക് പോകും. അതായത് ഒരു ബലം കൊടുക്കാൻ പറ്റില്ല. ഒരു ചുമരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ബലം കൊടുത്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ചുമരില്ലെങ്കിലോ, അല്ലെങ്കിൽ വഴിക്ക് പോകുന്ന ചുമരാണെങ്കിലോ നമ്മള് ബലം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? വഴിക്ക് പോവും, ഇല്ലേ? അങ്ങനെ അതാണ് അതിനൊരു ഓവൽ ഷേപ്പ് കൊടുത്തിറങ്ങും. അപ്പൊ ഇവിടെ ഈ പറയുന്ന വാതകങ്ങളെ നമ്മൾ പ്രഷർ, അതായത് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ഒതുക്കി നിർത്തിയിറക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ പ്രഷർ കൊടുത്തിട്ട്, അതായത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ. ഇപ്പൊ ഒരു പാത്രത്തില് വാതക തന്മാത്രകൾ നിറച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ്. കണ്ടാ? ഈ പാത്രത്തിന്റെ പ്രത്യേകത, ഈ പാത്രത്തിന്റെ മുകളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ നമുക്ക് ബലം പിടിച്ചിട്ട് എന്ത് ചെയ്യാം? താഴ്ത്താം. അങ്ങനെ ഞാൻ ഈ പിസ്റ്റൺ ബലം പിടിച്ച് താത്തി എന്ന് വിചാരിച്ചു. അപ്പൊ അതേ പാത്രം തന്നെ പിസ്റ്റൺ ഞാൻ ബലം പിടിച്ച് താത്തിയതിനു ശേഷം നോക്കുക, പിസ്റ്റൺ ഞാൻ ഇവിടേക്ക് താത്തി. എന്ത് സംഭവിക്കും? കണ്ട, ആ വാതകം തന്നെയാണിത്.
അതേ അളവ് തന്നെ വാതകം, അതേ തന്മാത്രകള്. ഇതിലെത്രയാ? 1 2 3 4 5 5 3 15 എണ്ണം ഉണ്ടെങ്കിൽ അതേ എണ്ണം തന്നെ 1 2 3 4 5 അല്ലേ? 5 3 15 മോളിക്യൂൾസ് തന്നെ ഇതിലും. പക്ഷേ ഇവിടെ വ്യാപ്തം കൂടുതലാണ്, ഇവിടെയോ കുറവാണ്. അപ്പൊ എങ്ങനെ വ്യാപ്തം കുറഞ്ഞു? ഇവിടെ എങ്ങനെ വ്യാപ്തം കുറഞ്ഞു? നമ്മള് പ്രഷർ കൊടുത്തപ്പോൾ എന്ത് കുറഞ്ഞു? വ്യാപ്തം കുറഞ്ഞു. വാതകങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്, പ്രഷർ കൊടുത്താൽ വാതകത്തിന്റെ വ്യാപ്തം എന്ത് ചെയ്യാം? കുറയ്ക്കാം. പ്രഷർ കൊടുത്ത് വാതകത്തിന്റെ വ്യാപ്തം വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറയ്ക്കാം. മനസ്സിലായില്ലേ? അതായത് പ്രഷർ കൊടുത്ത് ഒരു വാതകത്തിന്റെ വ്യാപ്തം നമുക്ക് പരമാവധി എന്ത് ചെയ്യാം? കുറയ്ക്കാം. മനസ്സിലായ? പ്രഷർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വാതകത്തിന്റെ വ്യാപ്തം പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാം. പറഞ്ഞു മനസ്സിലായോ? ഇനി നിങ്ങള് ഗ്യാസ് ലൈറ്റർ കണ്ടിട്ടുണ്ടോ? ലൈറ്റർ, ഗ്യാസിന്റെ ലൈറ്റർ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആ ലൈറ്റർ നമ്മളിങ്ങനെ ഓൺ ചെയ്യുമ്പോ കത്തും അല്ലേ? ഇനി അതിന്റെ സ്വിച്ച് തീ കത്താത്ത വിധത്തിൽ ഓൺ ചെയ്യാന്ന് വിചാരിച്ചു. കത്താത്ത വിധത്തില് കുറച്ചു നേരം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഗ്യാസ് ഇങ്ങനെ കഴിയും. പക്ഷേ ഗ്യാസ് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? ശരിയല്ലേ? പക്ഷെ കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാ? അതില് ഗ്യാസ്, അതാണ് ഞാൻ പ്രത്യേക അത് ലൈറ്ററിന്റെ കാര്യം എടുത്തത്. അതായത് ആ ലൈറ്ററിന്റെ ഉള്ളില് ഗ്യാസ് വെള്ളം നിറച്ച പോലെയാണ് അല്ലേ? ഇപ്പൊ ഗ്യാസിന്റെ ഒരു അവസ്ഥ നോക്കുക. ലൈറ്ററിന്റെ ഉള്ളിൽ അത് വെള്ളം നിറച്ച പോലെയാ. നമ്മുടെ ഗ്യാസ് കുറ്റിയിലും അതെ, ഗ്യാസ് ഏകദേശം എന്തുപോലെ തന്നെയാ. കൊണ്ടുവരുമ്പോ കണ്ടിട്ടാ ഇങ്ങനെ കിലുക്കി നോക്കി കഴിഞ്ഞാൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കിലുക്കുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. ബക്കറ്റിൽ വെള്ളം, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് ദ്രാവകമാണ് അല്ലേ? കാലിയാണോ ദ്രാവകമാണോ ഇനി വല്ല ഇഷ്ടികയാണോ അതിലൊക്കെ എന്ന് നമുക്കൊരു പാത്രത്തിൽ ഒരു വസ്തു വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാമല്ലോ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഗ്യാസും കുറ്റി നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് അല്ലേ എന്തോ ഒരു ദ്രാവകം കിടന്നിളകുന്ന പോലെയാണ്. അപ്പൊ ഗ്യാസും കുറ്റിയിൽ ഗ്യാസ് എന്തിന്റെ രൂപത്തിലാ? ലിക്വിഡിന്റെ രൂപത്തിലാ. എങ്ങനെയാ അത് ലിക്വിഡിന്റെ രൂപത്തിലാവണത്? ലിക്വിഡിന്റെ രൂപത്തിലാവണത്. നോക്കൂ, നമ്മള് ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്ന ഈ 3 വസ്തുക്കളുടെയും പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഖരം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്, ദ്രാവകം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് അല്ലെ? വാതകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്താ വ്യത്യാസം? വാതകത്തിൽ തന്മാത്രകൾ വളരെ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു അല്ലെ? ഇതിലോ തന്മാത്രകൾ കുറച്ചും കൂടി അടുത്തായി. ഇതിലോ വളരെ അടുത്തായി. എന്നുവെച്ചാൽ വളരെ അടുത്ത്. ഒരു ആണി അടിച്ച് കയറ്റണമെങ്കിൽ നമ്മൾ ചുറ്റിക വേണം. വെള്ളത്തിലാണെങ്കിൽ ആണി അടിച്ച് കയറ്റാൻ ചുറ്റിക വേണം. വെള്ളത്തിൽ ആണി അടിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങള്? ഇനിയോ ഇവിടെയോ? ഇവിടെ ഒന്നും വേണ്ട. അതായത് ഇതിലെ തന്മാത്രകൾ ഒന്നുകൂടി അടുപ്പിച്ചാൽ അതെന്തായി മാറി? ലിക്വിഡായി. ആ തന്മാത്രകൾ ഒന്നും കൂടി എടുത്താൽ എന്തായി മാറി? നമ്മുടെ വീട്ടില് ഈ പ്രവർത്തനം ദിവസവും നടക്കുന്നുണ്ട്. നമ്മുടെ പരീക്ഷണശാലയിൽ ഇല്ലേ? നമ്മള് ദ്രാവകത്തിനെ വാതകമാക്കാറുണ്ട്, ദ്രാവകത്തിനെ ഖരമാക്കാറുണ്ട് ഇല്ലേ? ഏത് ദ്രാവകം? വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടുപ്പിന്റെ മീതെ വെച്ച് അങ്ങോട്ട് തിളപ്പിക്കുക. അപ്പൊ എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. ഓക്കെ. ഇനി അത് ഖരമാക്കാൻ എന്താ ചെയ്യുക? ഫ്രിഡ്ജിൽ വെക്കുക.
അപ്പൊ ശ്രദ്ധിക്കുക, ഗരം ആക്കാൻ എന്ത് ചെയ്തു? തണുപ്പിച്ചു. തണുപ്പിച്ചു തണുപ്പിച്ചു. അതേസമയം വാതകമാക്കാനോ? ചൂടാക്കി. അല്ലേ? ദ്രാവകം വാതകമാക്കാൻ ചൂടാക്കി. അതേസമയം എന്ത് ചെയ്തു? ഗരമാക്കാൻ എന്ത് ചെയ്തു? സോളിഡാക്കാൻ തണുപ്പിച്ചു. അപ്പോ ഇവിടെ ഗ്യാസിനെ ഗരമാക്കാൻ ആദ്യം ഗ്യാസിനെ എന്താക്കാൻ? ദ്രാവകമാക്കാൻ. ഗ്യാസിനെ ദ്രാവകമാക്കാൻ തണുപ്പിച്ചാൽ മതി. അതല്ലേ നമ്മൾ മനസ്സിലാക്കണ കാര്യം? ഗ്യാസിനെ ദ്രാവകമാക്കാൻ, അല്ലേ? ദ്രാവകത്തിനെ ചൂടാക്കിയാൽ അത് ഗ്യാസാവും. അപ്പൊ ഗ്യാസിനെ ദ്രാവകമാക്കാൻ എന്ത് ചെയ്യും? തണുപ്പിക്കുക. എന്ത് ചെയ്യാ? ടെമ്പറേച്ചർ കുറയ്ക്കുക. തണുപ്പിക്കുക എന്നുള്ളതും നമ്മളൊന്ന് മാറ്റി പിടിച്ചു. ടെമ്പറേച്ചർ കുറയ്ക്കുക, താപനില കുറയ്ക്കുക. തണുപ്പിക്കുക എന്നുള്ളത് തന്നെ അതിനർത്ഥം. പക്ഷെ നമ്മളൊന്ന് ഭാഷ മാറ്റി. എന്താക്കി? ടെമ്പറേച്ചർ കുറയ്ക്കുക. ടെമ്പറേച്ചർ കുറയ്ക്കുക. വീണ്ടും ടെമ്പറേച്ചർ കുറച്ചാലോ ലിക്വിഡ് എന്തായിട്ട് മാറും? സോളിഡ് ആയിട്ട് മാറും. നോക്കൂ, ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്ന അവസ്ഥ, അതിനു മുൻപ് ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്ന അവസ്ഥ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഗ്യാസിനാണോ അതോ ലിക്വിഡിനാണോ വോളിയം കൂടുതൽ? ലിക്വിഡ്. വോളിയം കൂടുതലാണ്. അതായത് ഗ്യാസിന് എത്ര വേണമെങ്കിലും വോളിയം ആവാം. വോളിയം ആവശ്യാനുസരണം, അതായത് കൊടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടാണ് ഗ്യാസിന്റെ വോളിയം. ആ വോളിയം അപ്പോ കുറയ്ക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രഷർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ശരിയല്ലേ? പ്രഷർ ഉപയോഗിച്ചാൽ ഇത് കുറയുന്നു. അതിനോടൊപ്പം തണുപ്പിക്കുകയും ചെയ്താലോ? ഇപ്പൊ നമ്മുടെ ഗ്യാസും കുറ്റിയിൽ ഗ്യാസൊക്കെ നിറയ്ക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. സിഗരറ്റ് ലൈറ്റിൽ ഗ്യാസ് നിറയ്ക്കുമ്പോൾ അവര് നല്ല പ്രഷർ കൊടുക്കും, ഒപ്പം തന്നെ ചെറുതായിട്ടൊന്ന് തണുപ്പിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? അതായത് ആദ്യം പ്രഷർ കൊടുക്കും. അപ്പോ പ്രഷർ കൊടുത്താൽ ഇത് അമരുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടാൽ പിന്നെ അത് അമർന്നു പോവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ചെറുതായിട്ടൊന്ന് തണുപ്പിക്കും. എന്നിട്ടൊന്നുകൂടി അമർത്തിയാൽ അതൊന്നുകൂടി അമർന്നു പോകും. മനസ്സിലായ? അപ്പൊ അതെന്തായി മാറും എന്നാ പറയണത്? ലിക്വിഡായിട്ട് മാറും. അപ്പോ ശ്രദ്ധിക്കേട്ടാ, ഇവിടെ ഗ്യാസിന്റെ വോളിയം കുറയ്ക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്തു? ഒന്ന് ടെമ്പറേച്ചർ കുറച്ചു, പിന്നെന്ത് ചെയ്തു? പ്രഷർ കൂട്ടി. ശ്രദ്ധിക്കേട്ടാ, ഒന്ന് കുറച്ചു, ഒന്ന് കൂട്ടി. ഏതാ കുറച്ചത്? ടെമ്പറേച്ചർ കുറച്ചു. മറ്റതോ? എന്താ പറഞ്ഞത്? എന്ത് ചെയ്തു? ടെമ്പറേച്ചർ. വെരി ഗുഡ്. ഒന്നുകൂടി പറഞ്ഞേ. എന്താണ്? പ്രഷർ കൂട്ടി. അപ്പൊ പ്രഷർ കൂട്ടിയാൽ വോളിയം ഡിക്രീസ് ചെയ്യും. പ്രഷർ കുറച്ചാലോ? പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും. പ്രഷർ കുറച്ചാലോ? സംശയമൊന്നുമില്ലല്ലോ. നമ്മള് ഫൈനൽ ഇതാക്കണം കേട്ടാ, കൺഫേം ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. എന്താണ്? പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും. പ്രഷർ കുറച്ചാൽ ബോയിൽ നിയമം എന്നാണ് നമ്മൾ ഇതിനെ പറയുക. എന്താണ് ഇതിനെ പറയുന്ന പേര്? ബോയിൽസ് ലോ.
ബോയിൽസ് ലോ, ബോയിൽ നിയമം എന്ന് വെച്ചാൽ ഈ സംഭവം ആദ്യമായി കണ്ടുപിടിച്ചതും ലോകത്തിനോട് പറഞ്ഞതുമായ ആളുടെ പേരാണത്രേ എന്താ, ബോയിൽ എന്നാണ് അയാൾക്ക്. റോബർട്ട് ബോയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ അദ്ദേഹം ഉണ്ടാക്കിയ പേരായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഈ നിയമം അറിയപ്പെടുന്നു. എന്നതാണ് അതിന് പറയുന്ന പേര്? ബോയിൽസ് ലോ. ബോയിൽസ് ലോ. ഇനി ഊഷ്മാവിന്റെ കാര്യം എന്ന് പറഞ്ഞു നോക്കി. ഊഷ്മാവ് കൂട്ടിയാൽ, അതായത് ടെമ്പറേച്ചർ കൂട്ടിയാൽ, താപനില കൂട്ടിയാൽ വോളിയം. എന്താ ഇപ്പത് കഥ? ഇപ്പൊ തന്നെ തെറ്റിച്ചു തുടങ്ങി. അതെ, ടെമ്പറേച്ചർ. ഞാൻ ടെമ്പറേച്ചർ എന്നാ പറഞ്ഞത്. അതെ, അങ്ങനെ പറയരുത്. നമ്മള് പറയണേന്റെ ഒപ്പം കത്തി പോരണം. ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം. മലയാളികൾ ക്ഷമിക്കട്ടാ, മലയാളികൾക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, ഭാഷ ഏതായാലും. നവീനെ, ഗോപികെ കേക്കണ്ട? ശ്രദ്ധിക്കൂ. എന്താണ് ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? വോളിയം കൂടും. ടെമ്പറേച്ചർ കുറച്ചാലോ? ഒന്നുകൂടി പറയാം. ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം കൂടും. ടെമ്പറേച്ചർ കുറച്ചാൽ ചാൾസ് ലോ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ചാൾസ് ലോ. എന്തായിരിക്കും ആ പേര് കണ്ടുപിടിക്കാനുള്ള കാരണം എന്താണെന്ന് പറയണോ? ഒന്ന് പറഞ്ഞേ. അതന്നെ, ജാക്വസ് ചാൾസ് എന്നാണ് ഇത് കണ്ടുപിടിച്ച ആളുടെ പേര്. ജാക്വസ് ചാൾസ്. മറ്റേത് റോബർട്ട് ബോയിൽ. അപ്പോ ബോയിൽ പറഞ്ഞ എന്താ? നിങ്ങൾ പറയും. ബോയിൽ ലോ എന്താ? പ്രഷർ കൂടിയാൽ വോളിയം ഡിക്രീസ് ചെയ്യും. ചാൾസ് പറഞ്ഞതോ? അതായത് ഇവിടെ പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും. അതായത് കൂട്ടുമ്പോൾ, ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയണം. ഏത് മറ്റത് എന്ന് പറഞ്ഞ വോളിയം. നമ്മൾ അതിനെ പറയാ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്നാ പറയാ. ഇൻവേഴ്സ് റിലേഷൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ. വിപരീത അനുപാതം. മലയാളത്തിൽ കേട്ടാ. അപ്പൊ ഇതോ ഇത് ഒന്ന് കൂട്ടിയാൽ മറ്റത് കൂടുന്നു, ഒന്ന് കുറച്ചാൽ മറ്റത് കുറയുന്നു. ഒന്ന് കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം കൂടുന്നു, ടെമ്പറേച്ചർ കുറച്ചാലോ വോളിയം കുറയും. ഓക്കെ, പറഞ്ഞു മനസ്സിലായ? അപ്പൊ ഇത് ഡയറക്റ്റ് റിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? ആദ്യത്തെ എന്താകുന്നു? പറയൂ. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. രണ്ടാമത്തെയോ? അതായത് ആദ്യത്തേതില് വോളിയം കൂടണമെങ്കിൽ എന്താ? പ്രഷർ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതായത് വോളിയം കൂട്ടണമെങ്കിൽ പ്രഷർ കുറയ്ക്കണം. അപ്പോ വോളിയം കൂടണം. അതായത് വോളിയം എന്ന് പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. 10 ൽ നിന്ന് 100 ആവണം. അപ്പൊ പ്രഷർ 5 ആണെന്ന് വിചാരിച്ചു. അതെന്താവണം? 10 ൽ നിന്ന് 100 ആക്കണ്ട, 20 ആക്കി. അപ്പോ ഇവിടെ നോക്കുക, ഇത് വോളിയാണ് കേട്ടാ. വോളിയം 10 ൽ നിന്ന് 20 ആക്കി. അപ്പൊ പ്രഷർ നോക്കുക, വേറൊരു സംഖ്യ എടുക്കാം. 8 എടുത്തു. പ്രഷർ ഒരു 8 എടുത്തു. സംഖ്യ വെച്ച് കൊടുക്കുക വെറുതെ. നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട. ഇത് 10 ൽ നിന്ന് 20 ആവണമെങ്കിൽ ഇത് 8 ൽ നിന്ന് എത്രയാവണം? 4. വെരി ഗുഡ്. അതന്നെ 4. കണ്ടാ? 4. കുറേയല്ലേ വേണ്ടത്? എന്നാൽ ഇവിടെ വോളിയം 10 ൽ നിന്ന് 20 ആവണം. അപ്പൊ ഇത് വേറെ സെക്ഷൻ.
ഇവിടെ 10 നിന്ന് 20 ആവണം. ഇവിടെ ടെമ്പറേച്ചർ ആണ് നമ്മൾ ചെയ്യണം. ടെമ്പറേച്ചർ 8 നിന്ന് എത്രയാവണം? 16 ആവണം. അതാണ് ബന്ധം. മനസ്സിലായില്ലേ? കണക്കിന്റെ രൂപത്തിൽ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ വോളിയം കൂടുമ്പോൾ വീണ്ടും ബോയിൽസ്, ഞാനിവിടെ എഴുതാണ് ബോയിൽസിലോ. വോളിയം കൂടുമ്പോൾ, സോറി വോളിയം അല്ല, പ്രഷർ ആദ്യം പറയണത്, ആദ്യം പ്രഷറാണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. പ്രഷർ കൂടുമ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. മറ്റതിലോ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കുറയും. കുറയും. അപ്പോ ഇവിടെ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. അപ്പൊ ഇതിന്റെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അനുപാതത്തിന്റെ ചിഹ്നം എടുത്ത് കാണിച്ചാൽ ഇങ്ങനെയാണ്. ഇൻവേഴ്സ് റിലേഷൻ ആണ്. 1/v എന്നാണ് എഴുതുന്നത്. 1/v. അതെ, P പ്രൊപ്പോർഷണൽ ടു 1/v ആണെങ്കിൽ ചാൾസ് ലോ പ്രകാരം എന്താ ഇവിടെ വരിക? ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? v ആണ്. ഇതെഴുതിയത് മനസ്സിലായില്ലല്ലോ? മനസ്സിലായ? പ്രൊപ്പോർഷൻ. അതായത് പിയും ബിയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ ഇങ്ങനെയാണ്. പി അനുപാതം 1/v ആണെങ്കിൽ ടിയും ബിയും തമ്മിലുള്ള അനുപാതം ടി അനുപാതം പ്രൊപ്പോർഷൻ v ആണ്. അതായത് P ഈസ് ടു 1/v ആണെങ്കിൽ T ഈസ് ടു v ആണെന്ന്. മനസ്സിലായ? മനസ്സിലായില്ല? ഈ അനുപാതം ഇങ്ങനെ എടുക്കുന്നതിന് ഞാൻ ഇവിടെ കുത്തിട്ടു ഈസ്റ്റു. ഈസ്റ്റു കണ്ടിട്ടില്ലേ നിങ്ങള്? P ഈസ് ടു 1. ഇത് കേക്കൂ, പറയട്ടെ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകട്ടാ. P ഈസ് ടു, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊന്നും കണ്ടാ, ഇത് മനസ്സിലാക്കിയാൽ മതി. വെറുതെ ഇതൊന്നും പഠിക്കാനുള്ളതല്ല. P ഈസ് ടു 1/v ആണെങ്കിൽ ഇതെന്താ? T ഈസ് ടു v ആണ്. അതായത് ഒരു പടിയും കൂടി ഞാൻ മാറ്റി എഴുതാം. P സമം 1/v ആന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് T സമം എന്തായി? v ആയി. ശരിയല്ലേ? ഇനി ഒരു പടിയും കൂടി ഞാൻ എഴുതാണ്. അതായത് 1 സമം എന്തായിരിക്കും? 1 അവിടെ ഇട്ടിട്ട് v കൂടെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? P into v, PV അല്ലേ? ഇവിടെയോ നോക്കുക, സമത്തിന്റെ അപ്പുറത്തുനിന്ന് വീനം കൂടെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? വീനം കൊണ്ടുവന്നാൽ അപ്പുറത്തൊന്ന്. അപ്പൊ ഇപ്പുറത്ത് എന്തായിരിക്കും? T/v. ശരിയല്ലേ? ഇനി നമ്മുടെ കണക്കിലേക്ക് ഒന്ന് പോയി നോക്കിയേ. ഇതാ PV എന്ന് പറഞ്ഞാൽ 10 × 80 എത്ര വരിക? 10 × 8 80 അല്ലേ? ഇവിടെ നോക്കി 20 × 4 എത്രയാ? പറയൂ. 80. ശരിയല്ലേ? ഇത് ഗുണിച്ചു. ഇനി ഇവിടെ ഒന്ന് നോക്കി നോക്കിയത് എന്താ? 8/10 ചെറുതാക്കുകയാണെന്ന് വിചാരിച്ചോ. ചെറുതാക്കുമ്പോ 10ന്റെ പകുതി 5, 8ന്റെ പകുതി 4. ഇനി ഇതും അതെ, ചെറുതാക്കുമ്പോ എന്ത് സംഭവിക്കും? അതായത് ഇത് 5/4 ആയി. ഇത് ചെറുതാക്കി നോക്കൂ. 2ൽ 4 പോവും. 4 20 5 തവണ, 6 4 തവണ, 5/4 അല്ലേ? അപ്പോ ബോയിൽസ് ലോ പ്രകാരം എന്താകുന്നു? PV ആണെങ്കിൽ ചാൾസ് ലോ പ്രകാരം എന്താകുന്നു? V/T. പറയുന്നത് മനസ്സിലായി? എന്താകുന്നു?
V/T. നമ്മളിവിടെ T/V എന്ന് എഴുതിയിട്ടാ, അത് നോക്കണ്ട നിങ്ങൾ. സംഭവം മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോ വീണ്ടും ഞാൻ പഴയ അതിലേക്ക് തന്നെ വരികയാണ്. ബോയിൽസ് നിയമപ്രകാരം പ്രഷർ കൂട്ടുമ്പോൾ എന്ത് കൂടുന്നു, എന്ത് സംഭവിക്കുന്നു? അത് മറക്കരുത് കേട്ടാ. പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയുന്നു. ഇനിയോ ചാൾസ് നിയമപ്രകാരം, ആ പേര് പറഞ്ഞിട്ട് വേണത് പറയാം, നമ്മുടെ കണ്ടുപിടുത്തല്ല. ബോയിൽസ് നിയമപ്രകാരം എന്താ പറയാ നമ്മള്? പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയും. അത് മറക്കരുത്. ചാൾസ് നിയമപ്രകാരം വോളിയം കൂടും. തൽക്കാലം ഇവിടെ വെച്ചിട്ട് നമ്മൾ നിർത്താട്ട. ഇത് മറക്കരുത് നിങ്ങൾ. ഇവിടെ വെച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. ഞാൻ കുറച്ച് ആ ടെക്സ്റ്റ് ബുക്കിലത്തെ കാര്യങ്ങൾ പറയാം. നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് നമുക്ക് അതിലത്തെ കാര്യങ്ങൾ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് ഒരു ഭാഗം കൂടി ഇവിടെ പറയാണ്ട്, പക്ഷെ അത് ഇന്ന് പറഞ്ഞ ആകെ പ്രശ്നമാവും. ഇപ്പൊ തന്നെ ആയി തോന്നുന്നുണ്ട് അധികം പ്രശ്നം. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യമായിട്ടാ. എന്തുട്ടാ? എങ്ങനെ പരീക്ഷണം നടത്താനായിട്ട് അഭികാരകങ്ങളെ നമ്മൾ അളക്കും. അതാണ് നമ്മുടെ വിഷയം കേട്ടാ. ഈ പാഠത്തിൽ പഠിക്കുന്നത് അതാണ്, അത് മറക്കരുത്. അതിന്റെ ആദ്യ പടിയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ പടിയായിട്ട് വാതങ്ങളുടെ കാര്യത്തിലാണ് ഈ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, സോളിഡും ലിക്വിഡും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അളന്നെടുക്കാം അല്ലേ? സോളിഡ് ആണെങ്കിൽ തൂക്കം നോക്കാം, ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അളവ് ലിറ്റർ വെച്ചിട്ട് നോക്കാം, തൂക്കം നോക്കാം. അല്ലെങ്കിൽ ഗ്യാസിന് പറ്റുമോ? ഇല്ല. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ആ ഗ്യാസിനെ എങ്ങനെ അളക്കും? ഗ്യാസിനെ അളക്കണതിന് മുൻപ് ഗ്യാസിന്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് അറിയണം. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഓക്കെ. അപ്പൊ ഈ അടുത്ത ക്ലാസ്സിലേക്ക് ഇത് മറന്നു പോകരുത്. ഇത് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ ആദ്യം തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാനിതാ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വെച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്രയായിരുന്നു പേജ്? 30. എത്ര? ഗ്യാസ് ലോസ് ആൻഡ് നോക്കാം. മീഡിയം മലയാളം മീഡിയംകാര് മലയാളം ബുക്ക് നോക്കട്ടെ. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അതിന്റെ മലയാളം പറയാം. നോക്കൂ, ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിക്കാം ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. കമ്പയർഡ് ടു സോളിഡ് ആൻഡ് ലിക്വിഡ്, gases have a lot of characteristic features. Many elements and compounds are in gaseous state. We are handling so many gases in daily life, industries and laboratories. ഇതൊന്നും പറയണ്ടല്ലോ. ഇപ്പോ certain statement regarding gases are given. ഗ്യാസുമായി ബന്ധപ്പെട്ട ചില വാചകങ്ങളാണ്. Each gas contain numerous minute molecules. ഓരോ വാതകത്തിലും വളരെ ചെറിയ തന്മാത്രകളുണ്ട്. When compared to total volume of a gas, the real volume of molecule is very less. ഒരു പ്രദേശത്ത് നമ്മൾ പറയാം ഗ്യാസ് കുറ്റിയിലത്തെ ഗ്യാസിന്റെ വോളിയവും അത് ആ ഗ്യാസിന്റെ ആറ്റത്തിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ തന്മാത്രയുടെ വോളിയവും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഒരു വീട് പണിയുമ്പോൾ എത്ര ഇഷ്ടിക വേണം ചോദിച്ചാൽ നല്ലൊരു പണിക്കാരന് പറയാൻ പറ്റും, അതൊരു 2000 ഇഷ്ടിക ഉണ്ടെങ്കിൽ പറ്റും. കാരണം ആ ഇഷ്ടികയുടെ മീതെ ഇഷ്ടിക ഇങ്ങനെ കയറ്റി വെച്ചിട്ട് പണിയണതാണല്ലോ വീട്. മനസ്സിലായില്ലേ? അതേപോലെ നമുക്ക് ഒരു കുറ്റി നിറയാൻ എന്തോരം വാതകം വേണം, അതായത് എത്ര ആറ്റം വേണം ചോദിച്ചാൽ ആ കുറ്റി നോക്കിയിട്ട് പറയാൻ പറ്റുമോ? അതാണ് ഇവിടെ പറഞ്ഞത്. വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ആറ്റവുമായിട്ട് അല്ലെങ്കിൽ മോളിക്യൂളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അതിന്റെ കാരണം നമ്മളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം എന്താ? ഗ്യാസിന്റെ വോളിയം പ്രഷറിനനുസരിച്ചിട്ട് മാറ്റം വരാം. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയാം. അതേപോലെ താപനില മാറുമ്പോഴും വോളിയത്തിന് എന്ത് വരും? വ്യത്യാസം വരും അല്ലേ? ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് പറഞ്ഞാൽ പുലിവാലാവും. ഒരെണ്ണം കൂടി നമുക്ക് ഇതിൽ പറയണ്ട, അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഓർമ്മിപ്പിച്ചോളത്. അപ്പോ മൈന്യൂട്ട് മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ളതാണ് ഗ്യാസ്. ആ ഗ്യാസിന്റെ ആറ്റം വെച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ എത്ര കൊള്ളും, ഇതിൽ ഓവറാവോ ഇതിൽ കൂടുതലാവോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ ഇൻ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. ഗ്യാസിന്റെ പ്രത്യേകതയാണ്, എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യും? ഗ്യാസ് എന്ത് ചെയ്യും? പോകും അല്ലേ? നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചെരിച്ച് കളയാണ്. ചെരിച്ച് കളയുമ്പോൾ നമുക്ക് ആ വെള്ളം എവിടേക്ക് ഒഴുകുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. പറ്റില്ലേ?
കാരണം ഇപ്പോൾ ഒരു ചെരിവുണ്ട്, നമ്മൾ ഒഴിച്ചു കളയുന്ന സ്ഥലത്തേക്ക് തെക്കോട്ടയ്ക്ക് ഒരു ചെരിവുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ വെള്ളം പോവാ തെക്കോട്ടയ്ക്കാന്ന് പറയാം. അതേപോലെ തെക്കോട്ടയ്ക്ക് ചെരിവുണ്ട്, നമ്മളൊരു ഗ്യാസ് കുറ്റിയെ തുറന്നു വെച്ചു, തെക്കോട്ടയ്ക്കാണ് പോവാന്ന് പറയാൻ പറ്റുമോ? തുറന്നു വെച്ച ആള് ചിലപ്പോൾ തെക്കോട്ടേക്ക് പോകും. അപ്പോ ആസ് എ റിസൾട്ട് ഓഫ് റാൻഡം മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ദേ കോൾ ഇറ്റ് with each other and also call it with the walls of container in which it kept the collision with the walls account for the pressure of gas. ഗ്യാസിന്റെ മോളിക്യൂൾസിന്റെ പ്രത്യേകതയാ, ഗ്യാസിന്റെ മോളിക്യൂൾസ് പരസ്പരം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും, അതാണ് കോളിട്ട്. അത് മാത്രമല്ല ഗ്യാസും കുറ്റിയുമിലും അതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായ? എന്താ ഇടിക്കാനുള്ള കാരണം? പ്രഷർ. എന്താ കാരണം? Pressure. As the collision of molecules are perfectly elastic in nature, there is no loss of energy. ഇനി കൊളീഷൻ എന്ന് പറഞ്ഞാൽ റബ്ബർ പന്ത് ചെന്നടിക്കുന്ന പോലെയാ, അങ്ങോട്ട് തട്ടിയിട്ട് ഇങ്ങനെ വരും, അതാണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. റബ്ബറിന്റെ പന്ത് കൊണ്ട് ചുമരുമെറിഞ്ഞിട്ടുണ്ടോ നിങ്ങള്? അപ്പോ ആ ചുമരുമെറിഞ്ഞാൽ എന്താ ചെയ്യാ? റബ്ബറിന്റെ പന്ത് കൊണ്ട് നമ്മൾ ചുമരുമെറിഞ്ഞാൽ ആ ചുമര് തകർന്നിട്ട് അപ്പുറത്തേക്ക് വീഴും അല്ലേ? നന്നായിണ്ട്. ഞാൻ പറയണത് കേൾക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. റിട്ടേൺ വരും. ഈ ഇവൻ എന്തൊട്ട് ഈ പറയണ ചുമര് തകർന്ന് അങ്ങോട്ട് പോകുന്ന പറയണത്. നോക്ക്, റിട്ടേൺ വരും. അത് ഇലാസ്റ്റിക് ആണത്. അതേപോലെയാണ് മോളിക്യൂൾ, ഗ്യാസിന്റെ മോളിക്യൂൾസും അങ്ങോട്ട് തട്ടിയും ഇങ്ങോട്ട് തന്നെ വരും. There is no attraction between gas molecules with the walls and with the walls of container. ഗ്യാസ് മോളിക്യൂൾസിന് ആരോടും എന്തില്ല? അട്രാക്ഷൻ ഇല്ല. ഇനി ഇതിൽ നിന്ന് ഇതാ ഇവിടെ ഒരു പട്ടിക കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ പട്ടികയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്താ? എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വെരി ഹൈ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് വെരി ഹൈ അല്ലേ? കൂടുതലല്ലേ? മോർ എന്ന് എഴുതിയാലും മതി. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് വെരി ഹൈ അല്ലെങ്കിൽ മോർ. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് അത് വെരി ലോ. അത് കുറവാ. അട്രാക്ഷൻ കുറവല്ലേ? ആകർഷണം കുറവല്ലേ? മലയാളികൾ ബുക്ക് നിർത്തിണ്ടാ? മലയാളികൾ നോക്കണം ട്ടാ. നിങ്ങൾ വായിക്കുന്നില്ലേ? മാഷ് വായിക്കണതിന്റെ ഒപ്പം നോക്കുക. ഓൺ എക്സാമിനിങ് ദി സ്റ്റേറ്റ്മെന്റ് you may get an idea of volume of gas, pressure and energy of motion. ഇനി ദാ വോളിയം ഓഫ് ഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. The space occupied by the substance is known as its volume. അപ്പൊ ഈ പെട്ടിക്കള്ളി ഞാൻ ചോദ്യം തരും ട്ടാ. ഞാൻ ചോദ്യം എഴുതിയിടാം, വാട്സപ്പിൽ എഴുതിയിടാം ട്ടാ. ഓക്കെ? അപ്പൊ അതിന്റെ ആൻസർ ചെയ്തോളൂ. The space occupied by substance is known as its volume. അല്ലെങ്കിൽ ഇപ്പൊ പറയട്ടെ, എഴുതുവോ? ഒരു ബുക്ക് എടുത്തിട്ട് ചോദ്യം അല്ലെങ്കിൽ വൈകുന്നേരം എഴുതിയിട്ട് തന്നാ മതിയാ. വോളിയം ഓഫ് ഗ്യാസ്, സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. അപ്പൊ വോളിയം എന്താണെന്നാണ് ഇതാ കണ്ട, ഇവിടെ ഒരു ചോദ്യം ഉണ്ട് കണ്ട. വാട്ട് ഈസ് വോളിയം? ഇത് നമ്മൾ കുറെ തവണ പഠിച്ചുള്ളതാ. ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനെ പറയുന്ന പേരാണ് അതിന്റെ വോളിയം. ഒക്യുപ്പൈ അങ്ങനെ പറയണണ്ട. ഇംഗ്ലീഷിൽ പറഞ്ഞാലേ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ, മലയാളത്തില് കറക്റ്റ് അല്ല. വസ്തുവിന് സ്ഥിതി ചെയ്യാനല്ല പറയണത്. എന്താ പറയാ? എല്ലാ ഭാഗത്തും ഉൾക്കൊള്ളുന്ന, അതാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഈവൻ ഇഫ് ലിറ്റർ ഓഫ് ലിക്വിഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു കണ്ടെയ്നർ ഓഫ് എനി സൈസ്, there is no difference in its volume. If gas which kept in cylinder having volume of 1 liter, it completely transferred to another 5 liter cylinder, then what will be the volume of gas? എന്തായിരിക്കും? അതായത് 1 ലിറ്റർ സിലിണ്ടറിൽ ഉള്ള ഒരു ഗ്യാസിനെ നമ്മൾ 5 ലിറ്റർ സിലിണ്ടറിലേക്ക് മാറ്റി. അപ്പോ ആ വാതകത്തിന്റെ വ്യാപ്തം എത്രയാ? 1 ലിറ്ററിന്റെ അകത്തായിരിക്കുന്ന സമയത്ത് വാതകത്തിന്റെ വ്യാപ്തം 1 ലിറ്റർ. പക്ഷെ 5 ലിറ്റർ കുറ്റിയിലേക്ക് മാറ്റിയാൽ അതിന്റെ വ്യാപ്തം എത്രയായി മാറും? 5 ലിറ്റർ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാത്രം വലിപ്പം കൂടും തോറും വാതകത്തിന്റെ വ്യാപ്തവും എന്ത് ചെയ്യും? കൂടും. കേട്ടിട്ടില്ലേ അത്? അപ്പോ അതാണ് വോളിയം ഓഫ് ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് കണ്ടെയ്നർ. ഏത് പാത്രത്തിലാണോ വാതകമുള്ളത് ആ പാത്രത്തിന്റെ വ്യാപ്തമാണ് വാതകത്തിന്റെ വ്യാപ്തം. മനസ്സിലായല്ലോ?
ഇനി pull the piston of syringe backward. Press the piston after closing nozzle of syringe. What will happen to the volume air inside the syringe? അതായത് ഒരു സിറിഞ്ച് എടുത്തിട്ട് സൂചി വെക്കാതെ, ഞാൻ ഇവിടെ വരയ്ക്കണ ബോർഡുമ വരയ്ക്കണ. ആ എൻ്റെ അമ്മേ, നീ എന്നാലും എന്നോട് വരയ്ക്കാൻ പറഞ്ഞല്ലോ, അക്രമായി. നോക്ക് ഇങ്ങനെ നോക്ക്, ഇതാ മാറ്റണം ചേട്ടാ. ഒരു സിറിഞ്ച് എടുത്തിട്ട് നമ്മളോട് പറയണത് ആ സിറിഞ്ചിന്റെ സൂചി വെക്കണ ഭാഗം അത് പൊത്തിപ്പിടിക്കുക. സൂചി വെക്കരുത് കേട്ടാ, അതെ ഇതാണ് സൂചി വെക്കുന്ന ഭാഗം. എന്നിട്ട് അത് പൊത്തിപ്പിടിക്കുന്നതിന് മുൻപ് ഒരു കാര്യമുണ്ട്, പിസ്റ്റൺ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് പിന്നിലേക്ക് വലിക്കണം. ഇവിടെ ഉണ്ട് സിറിഞ്ച് കിട്ടാ, ഇവിടെ ഉണ്ട് സിറിഞ്ച് ഇതാകണ്ട. ഞാൻ പക്ഷെ ഇതിൽ കാണിച്ചെന്നാ മനസ്സിലാവില്ല. ഇതാണ് സിറിഞ്ച്, കണ്ടില്ലേ, നമ്മൾ മഷി നിറയ്ക്കാൻ ഉപയോഗിക്കണതാ. ഈ സിറിഞ്ചില് ഈ പിസ്റ്റൺ ഇതിവിടെ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് നമ്മളിങ്ങനെ അമർത്തുക. അപ്പൊ ഇതിങ്ങനെ ഫുള്ളായിട്ട് കണ്ട ഇങ്ങനെ ആക്കിയാൽ ഇത് ഈ പിസ്റ്റൺ കണ്ട നീങ്ങിയിട്ട് കുറെ കഴിയുമ്പോൾ അത് നിൽക്കും. ഇവിടുന്ന് വിരൽ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സുഖമായിട്ട് നീങ്ങും. കണ്ടില്ലേ, വിരൽ വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നീങ്ങും. അപ്പോ പിസ്റ്റൺ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പിന്നാക്കം വലിച്ചു, എന്നിട്ട് ഇതിങ്ങനെ അടച്ചു പിടിച്ചു, എന്നിട്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇത് കേട്ടോ നീങ്ങണം. അതിന്റെ അർത്ഥം അതിൻ്റെ ഉള്ളിലുള്ള എയർ അഥവാ ഗ്യാസ് ഒതുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഒതുങ്ങണത്. അതായത് ആ ഗ്യാസിന് നോക്കുക, അതിന്റെ ഗ്യാസിന് കംപ്ലീറ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു എന്നാ പറയണത്, ആ വോളിയം, അതിന്റെ ഗ്യാസിന്റെ വോളിയം എന്താ കുറയുന്നു, പിസ്റ്റൺ നമ്മൾ താത്തണതിനനുസരിച്ചിട്ട്. മനസ്സിലായ? അതാണ് ആ പിസ്റ്റൺ സിറിഞ്ചിന്റെ കഥ നിങ്ങളോട് പറയണം. ഓക്കെ, what will happen to volume of air? Decrease. വോളിയം ഡിക്രീസ്, വോളിയം കുറയുന്നു. അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. എക്സ്പ്ലെയിൻ ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആൻഡ് ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. നോക്കൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്ത് സംഭവിക്കുന്നു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് കുറയുന്നു. അതായത് അതിന്റെ മോളിക്യൂൾസുകൾ തമ്മിലുള്ള അകലം, തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറയുന്നു. പിന്നെയോ ഫ്രീഡം ഓഫ് മൂവ്മെന്റോ, ഫ്രീഡം ഓഫ് മൂവ്മെന്റും കുറയുന്നു. സിറിഞ്ച് ഇങ്ങനെ പിടിച്ചമർത്തുമ്പോഴേ മനസ്സിലായില്ലേ, സിറിഞ്ച് പിടിച്ചിങ്ങനെ അമർത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലെ തന്മാത്രകൾക്ക് സഞ്ചരിക്കാനുള്ള സ്ഥലം കുറഞ്ഞു. അതാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റും കുറഞ്ഞു, ഡിസ്റ്റൻസും കുറഞ്ഞു. ഓക്കെ, അപ്പൊ ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് കെപ്റ്റ് ഇൻസൈഡ് ക്ലോസ്ഡ് കണ്ടെയ്നർ ആർ ഷോൺ ബിലോ. ഇതാ കണ്ട ഇവിടെ കാണിച്ചത്, ഞാൻ ഇവിടെ ബോർഡ് വരച്ച സാധനമാണ്, കണ്ടില്ലേ. വാട്ട് ഈസ് സ്പെഷ്യാലിറ്റി ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ? മോളിക്യൂളിന്റെ മൂവ്മെന്റിന്റെ പ്രത്യേകത എന്താ? ഇതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഡയറക്ഷൻ ഉണ്ടാ? ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ. അത് എവിടേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം, നോ ഡയറക്ഷൻ. ഇനി വാട്ട് അസംഷൻ ക്യാൻ ബി മെയ്ഡ് റിഗാർഡിംഗ് പോസിബിലിറ്റി ഓഫ് കൊളീഷൻ? കൊളീഷനുമായി ബന്ധപ്പെട്ട് എന്ത് അസംഷനാണ് ഇവിടെ നമുക്ക് നടത്താൻ സാധിക്കുക? ഇതെന്ത് ചെയ്യാം, ദേ വിൽ കോൾ ഇറ്റ് ഈച്ച് അതർ ആൻഡ് വിത്ത് ദ വോൾ. അത് പരസ്പരം കൂട്ടിയിടിക്കാം. അതുപോലെ വിത്ത് ദ വോൾ, പാത്രത്തിന്റെ സൈഡുമായിട്ട് എന്ത് ചെയ്യാം, വശവുമായിട്ട് അത് എന്ത് ചെയ്യാം, കൂട്ടിയിടിക്കാം. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കാം. കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടിയിടി. കേട്ടിട്ടില്ലേ നിങ്ങളത്? കൂട്ടിയിടി കേട്ടിട്ടില്ലേ? കൂട്ടിയിടി വലിയൊരു സംഭവമാണ് കേട്ടോ. നമുക്കത് പറയാനുള്ളതാ, അത് നമുക്ക് അവസരം വരുമ്പോ പറയാം. ഇന്നിപ്പോ അതിനെ കുറിച്ച് പറയണില്ല. ഇനി കൺസിഡർ എനി സർഫേസ് ഇൻ കണ്ടെയ്നർ. Force is experienced on the surface as a result of collision of the gas molecules on the surface. If we know the force exerted on surface and surface area, we can calculate force experienced per unit area. Force in unit area എന്താണ്? Total force exerted on surface by surface area. അതിനെ പറയുന്ന പേരാണ് പ്രഷർ. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. Force exerted per unit area is called pressure. ഒരു ചോദ്യമാണ് കേട്ടോ. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ഒരു ആണി ചുമരുമ്പോ അതേ കണ്ട, അതിന്റെ പരന്ന ഭാഗം വെച്ചിട്ട് ഈ കൂർത്ത ഭാഗത്ത് നമ്മൾ ചുറ്റിക്കൊണ്ടടിക്കുന്നു.
ഇനി ആണി തിരിച്ചു വെക്കുന്നു. കൂർത്ത ഭാഗം ചുമരുമ വെച്ചിട്ട് ഈ പരന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചുറ്റിക്കൊണ്ടടിക്കുന്നു. എപ്പോഴാണ് ആണി നന്നായിട്ട് കയറി പോവാ? അല്ലേ? അല്ലേ? എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ ചുമരുമ ആണിയുടെ കൂർത്ത ഭാഗം വെച്ചിട്ട് ചുറ്റിക്കൊണ്ട് പരന്ന ഭാഗത്ത് തന്നെയല്ലേ അടിക്കാറ്? അത് എങ്ങനെ നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായത്? എങ്ങനെ? അങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലായത് അല്ലേ? ഭയങ്കരന്മാരെ, ഈ സാധനം ഇങ്ങനെ അടിക്കാൻ പാടുള്ളൂ എന്ന് 9ാം ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നുണ്ട്. ആണി അടിക്കുമ്പോൾ കൂർത്ത ഭാഗം വേണം ചുമരുമ വെക്കാൻ, പരന്ന ഭാഗത്ത് വേണം ചുറ്റിക്കൊണ്ടടിക്കാൻ എന്ന് 9ാം ക്ലാസ്സിൽ അടിവരട്ടിട്ട് പറയുന്നുണ്ട്. 9ാം ക്ലാസ്സിന് ശേഷമാണ് പല കുട്ടികളും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾ അതിന്റെ മുന്നേ ചെയ്യാൻ തുടങ്ങിയ? നിങ്ങൾ ഭയങ്കരന്മാരാണല്ലോ. അതെന്താ? അതുപോലെ കത്തിയോണ്ട് നമ്മളിങ്ങനെ കഷ്ണം മുറിക്കുമ്പോൾ ചിലപ്പോ അതിന്റെ ആ വായ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഒരയ്ക്കും, കല്ലുമ്മിട്ടിട്ട് ഒരയ്ക്കും. നിങ്ങൾ ചെയ്യാറുണ്ടാ? 9ാം ക്ലാസ് വരെ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവില്ല. 9ാം ക്ലാസ്സിന് ശേഷമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. അതിനു മുന്നേ നിങ്ങൾ അത് പഠിപ്പിക്കുന്നില്ലാന്നേ. 9ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. എന്താ പറയണേ? വീട്ടിലെ ആൾക്കാർ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. അതാണ് അത് അങ്ങനെ ചെയ്യണത്. അവരോട് ചോദിച്ചു നോക്ക് എന്താ അങ്ങനെ ചെയ്യണെന്ന്. മൂർച്ച കൂട്ടാൻ വേണ്ടിട്ടല്ല, മർദ്ദം കൂട്ടാൻ വേണ്ടി, പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട്. മൊനേര് വരുന്നത് ഇവിടെ കൊടുക്കുന്നത്, ഇവിടെ ഏരിയ കൂടുതലല്ലേ? ഇവിടെ ഏരിയ കൂടുമ്പോ ഇവിടെ പ്രയോഗിക്കുന്ന ബലം, ആ ബലം അങ്ങനെ തന്നെ ഇവിടേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ഏരിയ കുറവല്ലേ? അപ്പൊ ഇവിടെ ഒരു യൂണിറ്റിൽ വരുന്ന പ്രഷറും അതായത് ബലവും ഇവിടെ ഒരു യൂണിറ്റിൽ വരുന്ന ബലവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഭാഗം ഞാൻ ഫ്രണ്ടിലോട്ട് വരയ്ക്കാം. നോക്കുക, യൂണിറ്റ് എടുക്കുമ്പോ അതേ കണ്ട അങ്ങനെ കള്ളികളായിട്ട് വരുമ്പോഴേ കണ്ട ഓരോ കള്ളിയിലും അനുഭവപ്പെടുന്ന ബലം. അതായത് ഇപ്പൊ നമ്മളിതിൽ 1 2 3 4 5 6 7 8 9 10 എത്ര 14 കള്ളിയുണ്ട് ഇപ്പത്. അപ്പൊ ആ 14 കിലോ നമ്മൾ ഇവിടെ പ്രയോഗിച്ചു വെച്ചോ. ഓരോ കള്ളിയിലും ഓരോ കിലോനാണ് അനുഭവപ്പെടുക. ഓരോ കള്ളിയിലും ഓരോ കിലോ. പക്ഷെ ഈ ആണിയുടെ മറ്റേ അറ്റത്ത് നമ്മൾ ആ തുമ്പ് ഭാഗത്ത് നോക്കുക, അവിടെ ആ ഒരു കള്ളി ഉള്ളൂ വെച്ചോ. ഈ 14 കിലോനും കൂടി ഒരു കള്ളിയുമ അനുഭവപ്പെടും. മനസ്സിലായില്ലേ? പറഞ്ഞു മനസ്സിലായോ? അതാണ് ചുറ്റിക്കൊണ്ടൊന്നൊരു തട്ട് തട്ടുമ്പോഴേക്ക് ആനകൾ കയറി പോണത്. മനസ്സിലായ? ഇവിടെ ഒരു യൂണിറ്റ് ഏരിയയില് 1 കിലോ ആണെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് ഏരിയയിൽ 14 കിലോ ആണ്. അപ്പോ അതാണ് മർദ്ദം, പ്രഷർ. യൂണിറ്റ് ഏരിയയിൽ മൊത്തം അനുഭവപ്പെടുന്നത്, അതായത് യൂണിറ്റ് ഏരിയയിൽ മൊത്തം നമ്മൾ ചുറ്റിക്കൊണ്ടടിക്കുന്നത് 14 കിലോ. പക്ഷെ യൂണിറ്റ് ഏരിയ എടുക്കുമ്പോൾ 14 കള്ളികളാ. അപ്പോ 14/14 = 1. അങ്ങനെയാണ് ഈ കിട്ടണത്. മനസ്സിലായ? പറഞ്ഞു മനസ്സിലായ? അതാണിപ്പോ ഞാൻ 9ൽ അത് വിശദീകരിക്കുന്നില്ല കേട്ടാ, നമ്മൾ പഠിച്ചതാണ് മുന്നേ. തൽക്കാലം നമുക്ക് അവിടുന്ന് പോവാം. ഫോഴ്സ് എക്സർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ. അതായത് എന്താണ് പ്രഷർ എന്ന് ചോദിച്ചാൽ എന്താ? ഏരിയ ബൈ ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്. F ഈസ് ഈക്വൽ എന്താ പറയാ നമ്മള്, ഏരിയ ബൈ എന്താ ഫോഴ്സ്. അതാണ് പ്രഷർ. പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാ? ഏരിയ ബൈ ഫോഴ്സ് ആണോ ഫോഴ്സ് ബൈ ഏരിയ? എഫ് ബൈ ഏരിയ തോന്നുന്നുണ്ട് കേട്ടോ. മൊത്തം ഫോഴ്സിനെ നമ്മൾ ഏരിയ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യും. അതാണ്. അപ്പൊ ഒരെണ്ണത്തിന് കിട്ടുന്നതാണ് ഇത് പ്രഷർ. നമ്മള് വലിയ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ ഇതിലിങ്ങനെ കയറ്റിയിട്ട് അല്ലേ, നമ്മളിങ്ങനെ പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉയർത്തുന്ന കാര്യമൊക്കെ നമ്മള് ഹൈഡ്രോളിക് ജാക്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കഴിഞ്ഞെല്ലാം പഠിച്ചിട്ട് ഓർമ്മ ഉണ്ടാ? നിങ്ങൾ അതിന് 9ാം ക്ലാസ്സിൽ പോയിട്ടില്ല അല്ലേ? സ്കൂളിൽ പോയിട്ടില്ലല്ലോ 9ാം ക്ലാസ്സില്. അതുകൊണ്ടാണ് കൊറോണ വന്നോട് കൂടി ഒക്കെ പോയി. അപ്പൊ നോക്കാം, അത് എന്താ കാരണം ചോദിച്ചാൽ ഹൈഡ്രോളിക് ജാക്കിന്റെ അവിടെ ഏരിയ കുറവും വണ്ടി നിൽക്കുന്ന ഭാഗത്ത് ഏരിയ കൂടുതലാണ്. അപ്പൊ ഇനി അത് പറഞ്ഞാൽ നമ്മൾ വേറെ കുറെ കാര്യം പറയുന്നു. തൽക്കാലം ഞാൻ ആന അടിക്കണേന്ന് നിർത്തിയിട്ടാ. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി അപ്പോ അതാണ് പ്രഷർ. ഇനി ടെമ്പറേച്ചർ. മോളിക്യൂൾസ് ഇൻ ഗ്യാസസ് ആർ മൂവിങ് റാപ്പിഡ്ലി. ആറിൻ്റെതേ
Which is the energy gained due to movement of molecules? Potential energy or kinetic energy? ഏത് എനർജിയാ? മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ മോളിക്യൂൾസിന് ലഭിക്കുന്ന എനർജി എന്ത് എനർജിയാ? പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്ഥിതികോർജമാണോ ഗതികോർജമാണോ മലയാളികള്? ഗതികോർജം. When gas is heated, temperature is increased. What happens to movement of molecules? എന്താ സംഭവിക്കുക? കൂടും അല്ലേ? നമ്മൾ ഈ ചായ ഉണ്ടാക്കുമ്പോഴേ ചായപ്പൊടി എപ്പോഴാ ഇടുക? തിളച്ചിട്ട്. തിളയ്ക്കുമ്പോ ചായപ്പൊടി ഇടുമ്പോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചായപ്പൊടി കിടന്നിങ്ങനെ ഓടും, കണ്ടിട്ടില്ലേ? ഓടി നടക്കും. അതെന്താ കാരണം? പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയേക്കാൾ കൂടുതലുള്ള കാരണം എന്ന് പറയണ്ട. കൈനറ്റിക് എനർജി കൂടി, അങ്ങനെ പറഞ്ഞാൽ. കൈനറ്റിക് എനർജി എന്ത് ചെയ്തു? കൂടി. അപ്പൊ ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻ? അപ്പൊ ഇവിടെ ചൂടാക്കുമ്പോൾ മോളിക്യൂൾസിന് എന്ത് കൂടുന്നു? എനർജി കൂടുന്നു. ഇപ്പൊ ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റാൻസ്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ടെമ്പറേച്ചർ? നമ്മൾ പറയാത്ത കാര്യമായിട്ടാ. അതെ കേട്ടാ. എന്താണ് ടെമ്പറേച്ചർ? എന്താണ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്താന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ എന്താന്ന് ചോദിച്ചാൽ ആ വസ്തു ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയാണ്, ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ. അങ്ങനെയാണ് ഇവിടെ ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രഷറിനെ ഡിഫൈൻ ചെയ്ത പോലെ പ്രഷർ യൂണിറ്റ് ഏരിയയിലുള്ള എന്താണ് ഫോഴ്സ് ആണ് ഇത് പ്രഷർ എന്ന് പറഞ്ഞു. അതേപോലെ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ്. മനസ്സിലായ? അതായത് തിളച്ച വെള്ളവും തിളപ്പിക്കാത്ത വെള്ളവും ഒരുപോലെ ആയിരിക്കില്ല. തിളച്ച വെള്ളത്തില് മോളിക്യൂൾസ് കിടന്നിങ്ങനെ ഓടും, കേൾക്കണ്ട? തണുത്ത വെള്ളത്തിലോ മോളിക്യൂൾസ് ഇങ്ങനെ കിടക്കും. അപ്പൊ തണുത്ത വെള്ളത്തിലെ മോളിക്യൂൾസിന് എനർജി കുറവാണ്, തിളപ്പിച്ച വെള്ളത്തിന് എന്താ? പറയൂ. തിളപ്പിച്ച വെള്ളത്തിലെ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി കൂടുതലാണോ കുറവാണോ? കൂടുതൽ. അപ്പോ അതാണ് അതിന്റെ അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഇത്രയും പറയണതൊക്കെ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വേറിട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണത് കേട്ടാ. അതൊന്നും കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. ഇതിൽ പ്രഷറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ ഇതെന്താണ്, ടെമ്പറേച്ചർ എന്താണെന്ന് വെറുതെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറയണം അവര്. അതിലൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. വോളിയവും പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിന് മുൻപ് വോളിയം എന്താണ്, പ്രഷർ എന്താണ്, ടെമ്പറേച്ചർ എന്താണ്, ഇത് മൂന്നും ചോദ്യമായിട്ട് ഞാൻ വൈകുന്നേരം ഇടാം കേട്ടോ. അപ്പൊ എഴുതിയാൽ മതി കേട്ടാ. അപ്പൊ വോളിയവും പ്രഷറും തമ്മിലുള്ള ബന്ധം ഇതാ പറയുന്നത്. എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് കെപ്റ്റ് ക്ലോസ്ഡ് സിലിണ്ടർ ഈസ് ഷോൺ. ഫിഗർ എ. Suppose the gas transferred to other cylinder without changing temperature. Is there any change in number of molecules? What happens to pressure when volume is decreased? അപ്പൊ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ടാ മോളിക്യൂൾസിന്റെ എണ്ണം നിങ്ങൾ രണ്ടോ എണ്ണി നോക്കുക. ഇതിലുള്ള അതേ മോളിക്യൂൾസ് തന്നെ ഇതിലുണ്ട്. പക്ഷെ വോളിയം എന്ത് സംഭവിച്ചു? കുറഞ്ഞു. അപ്പോ വോളിയം കുറയാൻ കാരണം പാത്രത്തിന്റെ വലിപ്പം കുറഞ്ഞതാണ് കാരണം. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ നാളെ അടുത്ത ക്ലാസ്സിൽ പറയാട്ടെ. ഇതിൽ നമ്മളൊരു കാര്യം പറയാണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒക്കെ കൂടി പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ രണ്ട് കാര്യങ്ങളെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുമ്പോ നിന്നാൽ മതി നിങ്ങൾ. ഇനി പുൾ ദ പിസ്റ്റൺ ഓഫ് 10 ml syringe backward. Press the piston by keeping nozzle closed. വിരലുകൊണ്ട് നമ്മളിങ്ങനെ അടച്ചു പിടിച്ചിട്ട് പിസ്റ്റൺ മുന്നിലോട്ട് തള്ളാനാ പറഞ്ഞത്. 10 ml. അപ്പൊ എന്ത് സംഭവിക്കും? വോളിയം ഓഫ് ഗ്യാസ് ഇൻസൈഡ്. പറയൂ, എന്താ സംഭവിക്കുക? അതിന്റെ വാതകത്തിന്റെ വ്യാപ്തം എന്ത് ചെയ്യും? കുറയും. വാട്ട് അബൌട്ട് ഡിക്രീസിങ് ദ പ്രഷർ? പ്രഷർ കുറച്ചാലോ? ഇൻക്രീസ് ചെയ്യും. പ്രഷർ കുറയ്ക്കാന്ന് പറഞ്ഞാൽ പിസ്റ്റൺ പിന്നോട്ട് വലിക്കാൻ. പിസ്റ്റൺ പിന്നോട്ട് വലിച്ചാൽ അപ്പോ വോളിയം കൂടും. മുന്നോട്ട് തള്ളിയാൽ വോളിയം കുറയും സിറിഞ്ചില്. ഇനി വാട്ട് റിലേഷൻ ഡു യു അറൈവ്? ആ റിലേഷൻ എന്താണ്? അത് നമ്മൾ പറഞ്ഞതാണ് കുറെ വട്ടം. എന്തുട്ടാ? when pressure increase, volume decrease. When pressure decrease, volume പറയൂ, വോളിയം ഇൻക്രീസ്.
അതായത് മർദ്ദം കൂട്ടുമ്പോൾ വ്യാപ്തം കുറയുന്നു, മർദ്ദം കുറയ്ക്കുമ്പോൾ വ്യാപ്തം കൂടുന്നു. ഇതാണ് ബോയിൽസ് ലോ, ദിസ് റിലേഷൻ. ഇദ്ദേഹം ബ്രിട്ടീഷ് ഫിസിക്കൽ കെമിസ്റ്റ് ആണ്, റോബർട്ട് ബോയിൽ. ഇതാ ആ ലോ ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ പറയാട്ടാ. ഈ ലോ ഒക്കെ തൽക്കാലം നിങ്ങൾ നോക്കണ്ട, അടുത്ത ദിവസം പറയാട്ടാ. കേട്ടണ? ലോന്റെ പേര് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. ലോ ഞാൻ അടുത്ത ദിവസം, അടുത്ത ഒരു കാര്യം കൂടി പറയാണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൂടി പറഞ്ഞിട്ട് ലോ പറയാൻ പറ്റുള്ളൂ കേട്ടാ. ഓക്കെ, അതിന് മുന്നേ ലോ പഠിക്കുമോ നിങ്ങള്? നിങ്ങളല്ലെങ്കിലും പറഞ്ഞാൽ ഭയങ്കര അനുസരണ. പഠിക്കരുത് എന്ന് പറഞ്ഞ പിന്നെ ഒരു അക്ഷരം പഠിക്കില്ല. നോക്ക്, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ടേക്ക് എ ഡ്രൈ ബോട്ടിൽ ഹാവിംഗ് റബ്ബർ സ്റ്റോപ്പർ. Fix an empty refill through the rubber stopper. Fill a drop of ink the lower end of the refill tube. Then close the bottle. Dip the arrangement of lukewarm water. നമ്മളോട് പറയാണ് ഇഞ്ചക്ഷൻ ബോട്ടിൽ റബ്ബർ സ്റ്റോപ്പർ ഉള്ളത് കേട്ടാ. റബ്ബർ സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ ബോട്ടിൽ, വേറെ ഒന്നും ആലോചിക്കേണ്ട നിങ്ങൾ. അതില് ഇങ്ക് പറയാണ്, ഡ്രോപ്പ് ഓഫ് ഇങ്ക് ലോവർ എൻഡ് ഓഫ് ദ റീഫിൽ ട്യൂബ്, then close the bottle, dip it arrangement lukewarm water. What is the reason for raising the ink upward? നോക്കൂ, ഇവിടെ ഒരു റീഫിൽ ട്യൂബില് ഇഞ്ചക്ഷൻ ബോട്ടിൽ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. ഒരു മിനിറ്റ്. ട്രൈ ബോട്ടിൽ ഓഫ് ഇഞ്ചക്ഷൻ ബോട്ടിൽ ഹാവിംഗ് റബ്ബർ സ്റ്റോപ്പർ. ഫിക്സ് ആൻ എംപ്റ്റി റീഫിൽ. അതുമ്മ ഒരു എംപ്റ്റി റീഫിൽ ഫിക്സ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്, വിത്ത് റബ്ബർ സ്റ്റോപ്പർ. ഫിൽ ദ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഇൻ ദ ലോവർ എൻഡ് ഓഫ് ദ റീഫിൽ ട്യൂബ്, ദെൻ ക്ലോസ് ദ ബോട്ടിൽ. ഡിപ്പ് ദിസ് അറേഞ്ച്മെന്റ്. ഇതെന്താ സംഭവം? ഒരു മിനിറ്റ്. പേജ് നമ്പർ എത്ര? ഇത് 36 അല്ലേ? റബ്ബർ അടപ്പുള്ള ഈർപ്പരഹിതമായ കുപ്പി, ഇഞ്ചക്ഷൻ മരുന്നിന്റെ കുപ്പി എടുക്കാൻ പറഞ്ഞിട്ട് റബ്ബർ അടപ്പിൽ കാലിയായ, ഇതാണ് സംഭവം, റീഫിൽ ട്യൂബ് ഉറപ്പിച്ചു നിർത്തുക. ട്യൂബിന്റെ താഴെ അഗ്രത്തിൽ ഒരു തുള്ളി മഷി കയറ്റി കുപ്പി അടയ്ക്കുക. ഈ സജ്ജീകരണത്തെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി നോക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? ഇവിടെ ചിത്രം തന്നിട്ടുണ്ട? ചിത്രം തന്നിട്ടില്ല, നമ്മൾ വരയ്ക്കേണ്ടി വരും. ട്യൂബിലൂടെ മഷി മുകളിലേക്ക് ഉയരാൻ എന്താണ് കാരണം? കുപ്പി പുറത്തെടുത്ത് തണുക്കാൻ അനുവദിച്ചാൽ എന്താണ്? ഞാനിത് ചിത്രം വരയ്ക്കട്ടെ. നേരം പോവാ, ഇതുകൂടിയാണ് പറയാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ അത് പറയേണ്ടി വരും. നോക്കട്ടാ, ഞാനിവിടെ വരയ്ക്കാം, ശ്രദ്ധിക്കുക. നോക്കൂ, നോക്കൂ എന്താ പറയണത്. ഒരു റബ്ബർ അടപ്പുള്ള ഈർപ്പരഹിതമായ കുപ്പി, ഇഞ്ചക്ഷൻ മരുന്നിന്റെ കുപ്പി. ഇതാ ഞാൻ ഇവിടെ വരയ്ക്കാം. ഇഞ്ചക്ഷൻ മരുന്നിന്റെ കുപ്പി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇതാണ് ഭരണി പോലെ ഇരിക്കും, ഏകദേശം ഭരണിയുടെ ഒരു ഷേപ്പാണ് ഇരിക്കുക. ഒരു മിനിറ്റ്. ഇതാ കുപ്പി ഞാൻ വരച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരച്ചാൽ മതിയാ? അടുത്ത ക്ലാസ്സിൽ വരയ്ക്കാം. മാഷേ ഇപ്പൊ 6 മണിയാകുമ്പോഴേക്കും ടൗണിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആകെ പ്രശ്നം കേട്ടാ. അടുത്ത ക്ലാസ്സിൽ വരയ്ക്കാം കേട്ടാ. ചോദ്യം ഞാൻ വൈകിട്ടിടാം. ഇത് അടുത്ത ക്ലാസ്സിൽ വരച്ച് കാണിച്ചു തരാം. ഓക്കെ കേട്ടാ.